Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare. Okay. Okay, so today our first session is going to be about Gita Mahatmyam, and so we humbly invite Bhudevi Mataji to share with us the glories of Gita Mahatmyam. Hare Krishna, Pranamam, Mataji. Hare Krishna Mataji. Namo Vishnu Padaya, Krishna Krishna. Om Ajnanatimiraandasya Jnananjanashalakaya Chakshurunmilitam Yena Tasmai Sri Guruve Namaha. Namo Vishnu Padaya, Krishna Preshtaya Bhudale Srimate Bhaktivedanta Swamin Idi Namine. Namaste Saraswate Deve Gauravani Prajarine Nirvishesha Shunyavadi Pasyata Desha Tarine. Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Sri Krishnaya Paramatmane Namaha. നമുക്ക് തുടങ്ങാം. ഇന്ന് ഇവിടെ ഗീതാ മഹാത്മ്യത്തിൽ നിന്ന് 3ഉം 4ഉം ശ്ലോകത്തിനെ കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ആദ്യം ശ്ലോകം വായിക്കാം. ഭഗവത്ഗീത എന്ന് പറയുന്നത് അതീന്ദ്രിയമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അതിലെ 3ാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃദ്ഗീത അമർസ്നാനം സംസാരമലനാശനം. അതായത് നമ്മള് നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താറുണ്ട്. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്നവന്റെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീത വായിച്ചാൽ നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങൾ നീങ്ങി നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും. ഇനി അടുത്ത ശ്ലോകം 4ാമത്തെ ശ്ലോകം നോക്കാം. ഗീതാ സുഗീത കർത്തവ്യ കിമന്യൈ ശാസ്ത്ര വിസ്തരഹി യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃത. ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. അതായത് ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനായ ശ്രീ കൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദസാഹിത്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ മാത്രം മതിയാകും. ഇന്നത്തെ കാലത്ത് ആളുകള് ഭൗതിക ജീവിത വ്യാപാരത്തിൽ ഇങ്ങനെ ഇത്രയധികം മുഴുകി കിടക്കുന്നത് കൊണ്ട് വേദസാഹിത്യം മുഴുവനും വായിക്കാൻ അവർക്ക് സമയവുമില്ല, അസാധ്യവുമായിട്ട് ഉള്ള കാര്യമായിട്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ആവശ്യവുമില്ല. ഈ ഒരൊറ്റ ഗ്രന്ഥം, അതായത് ഭഗവത്ഗീത യഥാരൂപം എന്നുള്ള ഒരു ഗ്രന്ഥം മാത്രം മതി നമുക്ക് കാര്യങ്ങള് മനസ്സിലാക്കാൻ. കാരണം എല്ലാ വേദസാഹിത്യങ്ങളുടെയും സാര സർവസ്വമാണ് ഈ ഭഗവത്ഗീത യഥാരൂപം. മാത്രമല്ല ഇത് പരമദിവ്യോത്തമ പുരുഷന് ആയ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചതാണ്. അതേസമയം ഭാഗവതത്തിൽ പറയുന്നു, കൃഷ്ണനെ കുറിച്ച് വൈദിക സാഹിത്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കേൾക്കുന്നതും ഭഗവത്ഗീതയിലൂടെ നേരിട്ട് ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്നതും തന്നെ ഒരു പുണ്യകർമ്മമാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ കൃഷ്ണൻ തന്റെ കഥകൾ കേൾക്കുന്നവർക്ക് ഹിതകാരിയായ സുഹൃത്തിനെ പോലെ പ്രവർത്തിക്കുകയും നിരന്തരം കൃഷ്ണകഥാ ശ്രവണത്തിൽ ഏർപ്പെടുന്ന ആ ഭക്തനെ പവിത്രീകരിക്കുകയും ചെയ്യുന്നു.
ഭഗവാന്റെ ശുദ്ധമായ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അങ്ങനെ ചെയ്യാത്ത പക്ഷം മായയുടെ സേവനത്തിലായിരിക്കും നമ്മൾ ഏർപ്പെടുക. ഇത് നമ്മളെ ജനന മരണങ്ങളുടെ ഈ സമുദ്രത്തിൽ കുടുക്കി ഇടുന്നതാണ്. ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം മുതലായ പുണ്യഗ്രന്ഥങ്ങൾ നമ്മൾ ദിവസവും വായിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്ന ഭക്തന്മാർ ഭാഗ്യശാലികളാണ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്. ജയ് ഗുരുദേവ്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. നന്നായി പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് we are very fortunate to have Vidya Suripani Mataji to take our next session on Harinam Mahima. So welcome Vidya Mataji, please take it forward. Thank you so much. എക്സ്ക്യൂസ് മീ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോളൂ കേട്ടോ. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. സോറി മാതാജി. ഹരേ കൃഷ്ണ. സോ ഇന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹരിനാമത്തിന്റെ മഹാത്മ്യം. സോ ബിഫോർ ഐ സ്റ്റാർട്ട്, എൻ്റെ മലയാളം കുറച്ച് ഇറ്റ് ഈസ് നോട്ട് സോ ഗുഡ്. സോ ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം മാക്സിമം. അപ്പോൾ ഹരിനാമത്തിന്റെ മഹാത്മ്യം നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട് നമ്മുടെ ഈ ക്ലാസ്സസ് വഴി. കൂടാതെ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതാണ് ഭഗവാന്റെ നാമമാഹാത്മ്യം. അപ്പോ ഈ നാമമാഹാത്മ്യം നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ശ്രീമദ് ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്, യജ്ഞാനം ജപ യജ്ഞോസ്മി. യജ്ഞങ്ങളിൽ വെച്ചിട്ട് ജപയജ്ഞം, അതായത് ഭഗവാന്റെ നാമം ചൊല്ലുന്ന ആ യജ്ഞമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലുന്നത് ഒരു യജ്ഞത്തിന് തുല്യമാണ്. നമ്മൾ കഴിഞ്ഞ യുഗങ്ങളിൽ ചെയ്ത പോലെ ഒരു അശ്വമേധ യജ്ഞമോ യാഗമോ അല്ല ഒരു ഗോമേധ യാഗമോ ഇതൊന്നും നമുക്കിപ്പോ ചെയ്യാനുള്ള കഴിവില്ല. ആൻഡ് അതിനുള്ള ആ ഒരു ശക്തിയുള്ള ബ്രാഹ്മണരും ഇല്ല. അതിന് വേണ്ട സാമഗ്രികളും നമുക്കില്ല. പക്ഷെ ഈ കലിയുഗത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യജ്ഞം ഭഗവാൻ തന്നെ പറയുന്നത് ജപയജ്ഞമാണ്, ഹരിനാമ സങ്കീർത്തനം. അപ്പൊ ഈ ഹരിനാമ സങ്കീർത്തനം, അതായത് ഭഗവാന്റെ നാമം, ഇപ്പൊ നമ്മൾ ജ്ഞാനപാനയിലും കേട്ടിട്ടുണ്ട്, അനന്തകോടി നാമങ്ങളിലുള്ളതിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നമുക്ക് ചൊല്ലാൻ പറ്റിയ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫോർച്യൂൺ. അപ്പോ ഭഗവാന്റെ നാമം ചൊല്ലാൻ പറ്റുന്നത് തന്നെ ഒരു വലിയൊരു സുഹൃതമാണ്. ആ നാമം ചൊല്ലാൻ പറ്റിയ ഈ ഒരു അവസ്ഥയിൽ, ഈ മനുഷ്യജന്മം കിട്ടിയ ഒരു അവസ്ഥയിൽ നമ്മൾ അത് മാക്സിമം, നമ്മൾ എത്രത്തോളം നമുക്ക് നാമം ചൊല്ലാൻ പറ്റുമോ അതൊക്കെ നമ്മൾ മാക്സിമം ചൊല്ലണം. ഇനി ഇതിന്റെ ഭഗവാന്റെ നാമ മഹാത്മ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരുപാട് കഥകളുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം എനിക്കിപ്പോ പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി. സോ വിനായകർ ഓർ വിഘ്നേശ്വരൻ, അദ്ദേഹത്തിനെ നമ്മൾ പൂജിക്കുന്നത്, ദേവന്മാര് പൂജിക്കുന്നത് എല്ലാ വിഘ്നങ്ങളും, ഈ ത്രിലോകത്തിലുള്ള എല്ലാ വിഘ്നങ്ങളും മാറ്റാൻ പറ്റുന്ന ദൈവമായിട്ടാണ് നമ്മൾ വിഘ്നേശ്വരനെ നമ്മൾ പൂജിക്കുന്നത്. ഏത് പൂജയ്ക്കായാലും ഏത് യജ്ഞത്തിനായാലും അല്ലെങ്കിൽ നമ്മൾ എന്ത് കർത്തവ്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കും ഉള്ള വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരാൻ. അപ്പൊ ഈ വിഘ്നേശ്വരന് ഈ ഒരു സ്ഥാനം, അതായത് എല്ലാ പൂജയ്ക്കും മുമ്പ് ആദ്യമായിട്ട് ഉപാസിക്കുന്ന ഒരു ദേവനായിട്ട് എങ്ങനെ ഈ സ്ഥാനം ലഭിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഈ കഥ. അപ്പൊ അതിന്റെ ഒരു വേർഷൻ ഓർ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊരിക്കൽ ദേവന്മാരെല്ലാരും കൂടെ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെയാണ് ആദ്യം പൂജിക്കാൻ പറ്റുക, എല്ലാവർക്കും ആ ഒരു സ്ഥാനം വേണം. ഏത് യജ്ഞത്തിലും ഏത് പൂജയിലും എന്നെ ആദ്യം പൂജിക്കണം എന്ന് ദേവന്മാർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ മത്സരത്തിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചം മുഴുവനും പ്രദക്ഷിണം വെച്ച് ആദ്യം എത്തുന്ന ആളെയാണ് ആദ്യം നമ്മൾ പൂജിക്കുക എന്ന് പറയുന്നത്. അപ്പോ എല്ലാ ദേവന്മാരും അതിന് തയ്യാറായി. അപ്പോ എല്ലാരും, ഇപ്പൊ ഇന്ദ്രനാണെങ്കിൽ ഐരാവതത്തില്, സുബ്രഹ്മണ്യനാണെങ്കിൽ മയിൽവാഹനത്തില്, എല്ലാരും ഈ ഒരു ഇതിനു വേണ്ടി തയ്യാറായി. അപ്പോ നമ്മുടെ ഗണപതി, അദ്ദേഹം ആലോചിച്ചു ഞാനും കൂടി ഇതില് പങ്കെടുത്താൽ എന്താന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഗണപതി വിചാരിച്ചു, പക്ഷെ എന്റെ വാഹനമാണെങ്കിൽ ഒരു മൂഷികം,
അതാണെങ്കിൽ ഇവിടെ പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ആൻഡ് അത്രയും വേഗത്തിൽ പോകാനുള്ള കഴിവ് മൂഷികനില്ല. അപ്പോ ഗണപതി എന്തായാലും അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു, പരമേശ്വരന്റെ അടുത്ത് പോയി ചോദിച്ചു, ഞാനും ഇതിൽ പങ്കെടുത്തോട്ടെ. അപ്പൊ പരമേശ്വരൻ പറഞ്ഞു അതിനെന്താ, പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അവര് എല്ലാരും ഈ മത്സരം തുടങ്ങി. എല്ലാരും മത്സരത്തിന് ഒരുങ്ങി, എല്ലാരും തയ്യാറായി. അവസാനം മത്സരം തുടങ്ങിയപ്പോ എല്ലാരും ഭയങ്കര സ്പീഡിൽ എല്ലാരും കൂടെ ഈ മത്സരത്തില് പങ്കെടുത്തു. അപ്പൊ പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വിനായകനാണെങ്കിൽ വിഘ്നേശ്വരൻ മൂഷികത്തിന്റെ മുകളിൽ മെല്ലെ ഓടി വരികയാണ്. അപ്പൊ ആ സമയം വരുമ്പോഴത്തേക്കും നമ്മുടെ നാരദമുനി വിചാരിച്ചു, ഇവരെല്ലാരും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഞാൻ പോയി എല്ലാരും ഒന്ന് കാണട്ടെ എന്ന്. അപ്പൊ ഇത് ദേവന്മാർക്ക് മനസ്സിലായി, നാരദമുനി എതിരെ വരുന്നുണ്ട്, നമ്മൾ മത്സരത്തിൽ പോകുമ്പോൾ എതിരെ നാരദമുനി വരുന്നുണ്ടെന്ന്. അപ്പൊ എല്ലാ ദേവന്മാരും തമ്മിൽ തീരുമാനിച്ചു, നമ്മൾ നാരദമുനിയുടെ മുമ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അദ്ദേഹം ഭഗവാന്റെ മഹാത്മ്യം പറയാൻ തുടങ്ങും, പിന്നെ ഇത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. നമുക്ക് ഈ ഒരു മത്സരത്തിൽ നമുക്ക് ആദ്യം വരാൻ പറ്റില്ല. അപ്പോ അവരെല്ലാരും പറഞ്ഞു, നമുക്കിപ്പോ നാരദമുനിയെ കാണാത്ത പോലെ നമുക്ക് അങ്ങ് മത്സരത്തിൽ കണ്ടിന്യൂ ചെയ്യാം, പിന്നീട് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി മാപ്പ് ചോദിക്കാം, എന്തായാലും നമുക്ക് എന്തായാലും അദ്ദേഹം മാപ്പ് തരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ ദേവന്മാരും തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് എതിരെ നാരദമുനിയും വന്നു. ഈ ദേവന്മാരെല്ലാരും അദ്ദേഹത്തിനെ കാണാത്ത പോലെ മത്സരം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ വിനായകൻ വിചാരിച്ചു, എനിക്ക് എന്തായാലും ജയിക്കാൻ പറ്റില്ല, ഇവരൊക്കെ മുമ്പോട്ട് പോയി, അപ്പൊ അറ്റ്ലീസ്റ്റ് ഞാൻ നാരദമുനിയുടെ അനുഗ്രഹമെങ്കിലും മേടിക്കാന്ന് പറഞ്ഞിട്ട് നാരദമുനിയുടെ മുമ്പിൽ പോയി അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് അനുഗ്രഹം മേടിക്കാൻ പോയി. അപ്പൊ നാരദമുനി പറഞ്ഞു, നിങ്ങളൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് എളുപ്പമുള്ള വഴി എങ്ങനെയാന്ന് പറഞ്ഞു തരാനാ വന്നേ, പക്ഷെ എല്ലാരും എന്നെ കാണാണ്ട് പോയെന്ന്. അപ്പോ വിനായകൻ ചോദിച്ചു, അതെന്താ എളുപ്പമുള്ള വഴിയാ താങ്കൾ പറഞ്ഞു തന്നായിരുന്നു. അപ്പോ നാരദമുനി പറയായിരുന്നു, ഈ പ്രപഞ്ചം മുഴുവനും താങ്ങി നിൽക്കുന്നത് 2 അക്ഷരമാണ്. ആ 2 അക്ഷരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീരാമന്റെ നാമം രാമ എന്ന് പറഞ്ഞിട്ട്. ഈ പ്രപഞ്ചം മുഴുവനും അതിനെ ജീവൻ നിലനിർത്തുന്നത് അഗ്നിയാണ്. അഗ്നിയുടെ സ്വരൂപമാണ് സൂര്യനും, അഗ്നിയാണ് ഈ സൂര്യനും അഗ്നിദേവനും. ഇവരെല്ലാരും കൂടെ നിറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ രാമന്റെ നാമത്തിൽ മാത്രം. അപ്പൊ വിഘ്നേശ്വരൻ ചോദിച്ചു, അപ്പൊ ഇതാണോ ഭഗവാന്റെ നാമത്തിന്റെ മഹാത്മ്യം? അപ്പൊ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവനും തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ രാമനാമത്തിലാണെന്ന്. അപ്പോ എന്നിട്ട് നാരദമുനി പറയായിരുന്നു, താങ്കൾ ഈ രാമനാമം ഇവിടെ എഴുതി കഴിഞ്ഞിട്ട് അതിന് ചുറ്റും പ്രദക്ഷിണം വെക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വിനായകൻ അദ്ദേഹത്തിന്റെ തുമ്പിക്കൈ കൊണ്ട് രാമ എന്ന് പറഞ്ഞ നാമം എഴുതിയിട്ട് അതിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. അത് വെച്ചപ്പോഴത്തേക്കും ഈ പ്രപഞ്ചം മുഴുവനും ചുറ്റി വന്നതിന് തുല്യമായി. ഇതേപോലത്തെ കഥ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് വിനായകൻ ശിവനെയും പാർവതിയും ചുറ്റി വന്നിട്ട് ആ പഴം നേടിയത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ വിനായകൻ ഇങ്ങനെ രാമന്റെ നാമം പ്രദക്ഷിണം വെച്ച് വന്നപ്പോഴത്തേക്കും അതിന്റെ ബലം, അതായത് ഈ പ്രപഞ്ചം മുഴുവനും ചുറ്റി വന്നതിന്റെ ബലം അദ്ദേഹത്തിന് കിട്ടി. പിന്നീട് നാരദമുനി പറഞ്ഞു, ഇനി ഓടിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. പോകും തോറും ഇദ്ദേഹം എവിടെ എത്തിയാലും അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ ദേവന്മാരും എപ്പോഴും ഇദ്ദേഹത്തിന്റെ പുറകിലായിരുന്നു. അപ്പൊ അങ്ങനെ വിനായകൻ ഈ ഒരു മത്സരത്തിൽ ജയിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനമാണ്. അപ്പൊ ഇത് ഭഗവാന്റെ നാമ മഹാത്മ്യത്തിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇത് നമുക്ക് ഒരുപാട് കഥകൾ കേൾക്കാം, പക്ഷെ എന്നാലും നമ്മളായിട്ട് അത് അനുഭവിച്ച് അറിയുമ്പോഴാണ് ഭഗവാന്റെ ശരിക്കുള്ള നാമ മഹാത്മ്യം മനസ്സിലാവുന്നത്. അത് നമ്മൾ ഓരോരോ നിമിഷവും ഭഗവാന്റെ നാമം ശ്രവിക്കുന്നതും ഓരോരോ നിമിഷവും ഭഗവാന്റെ നാമം ചൊല്ലുന്നതിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു റിയലൈസേഷൻ നമുക്ക് വരിക. അപ്പോ ഐ പ്രേ ടു ശ്രീല പ്രഭുപാദ്, എല്ലാ ആചാര്യന്മാരുടെ അടുത്തും ഗുരുക്കന്മാരുടെ അടുത്തും നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഹരിനാമം ചൊല്ലാൻ പറ്റണം ശ്രദ്ധയോടെ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോ നമ്മൾ നെക്സ്റ്റ് ഇനി നമ്മളുടെ മെയിൻ സെഷനിലോട്ട് പോവാണ്. So the next session is taken by Her Grace Rukmini Prema Mataji. So I'll introduce her and share a few words about her. So Rukmini Prema Mataji, she joined ISKCON in the year 1998. One second.
and while she was in Doha, Qatar, and later on she came back to India in the year 2000, and in 2000 she joined ISKCON Kochi, and she started taking association there, and she took Diksha under His Holiness Jayapataka Swami Guru Maharaj in the year 2003. Later on she went to Chennai and was serving in Chennai temple and got training from Her Grace Tarini Radha Devdasi for taking children's classes. And in the year 2009, she came back to Kerala, and from 2010 onwards, she has been taking children's classes very enthusiastically in many areas in Muatupura. And she's been conducting even the summer camps annually and the Bhagavad Gita chanting competition for kids in Kochi under the late His Grace Anant Kumar Prabhu. And she's still very enthusiastically taking online classes for children. So welcoming Rukmini Prema Mataji. Yes, Mataji, please, you can go ahead. Okay, you have to unmute Mataji. Yeah, sorry. Hare Krishna, and thank you, Shashwati. And before we start, I think I need to thank Vidya Swarupini also. Such a nice story she brought about Harinam. And Bhudevi Mataji, she also did very nicely about the Gita Mahatmyam. Okay, we will start on Bhagavad Gita. Okay. ज्ञानतिमिरन्दस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। Hare Krishna, 1 minute, Mataji. Requesting all devotees to please mute your mic. A lot of disturbance is there. Please mute your mics. Yes. Okay. Thank you, Mataji. Continue. Thank you. Yeah. So, ഇപ്പൊ ആദ്യം എനിക്ക് പറയേണ്ടത് എന്റെ മലയാളം എന്താ ഹൗ ഡു ഐ സേ ഇറ്റ് ഈസ് നോട്ട് സോ ഗുഡ്. ഓക്കെ, അത്ര നല്ലതല്ല. വളരെ ലോ ഇതിലുള്ള മലയാളമാണ്. ബിക്കോസ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, പിള്ളേർക്ക് ക്ലാസ് എടുക്കണ ആ മലയാളം മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. ബിക്കോസ് എന്റെ മദർ ടങ് മലയാളം അല്ല. പക്ഷെ മാക്സിമം എനിക്ക് പറ്റിയ പോലെ ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്ക് വന്നാൽ എന്നെ ക്ഷമിക്കണം. പിന്നെ ഇത് ആദ്യമായിട്ടാണ് വലിയവർക്ക് ക്ലാസ് എടുക്കണത്. ഇത്രയും കൊല്ലം പിള്ളേരുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം, ഐ തിങ്ക് ഓൾമോസ്റ്റ് ഫസ്റ്റ് ടൈം ഐ എം ടേക്കിംഗ് ക്ലാസ് ഫോർ ബിഗ് എൽഡേഴ്സ്. അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് കാണും. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പ്ലീസ് എക്സ്ക്യൂസ് മീ ആൻഡ് പ്ലീസ് പ്രേ ഫോർ മീ ആൻഡ് ബ്ലെസ് മീ ദാറ്റ് ഐ ഷുഡ് ഡു അറ്റ്ലീസ്റ്റ് മൈ ഫസ്റ്റ് ക്ലാസ് ആണ്. നന്നായിട്ട് വരണം എന്ന് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താങ്ക് യു. ഹരേ കൃഷ്ണ. So yeah, we'll get on to it. And Radha Shakti Mataji has kindly consented to read the translation in Malayalam. Radha Shakti Mataji മലയാളത്തിൽ ആ ട്രാൻസ്ലേഷൻ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് രാധാശക്തി മാതാജി അത് മലയാളത്തിൽ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മലയാളത്തിൽ, എന്റെ വെരി ദിസിംഗ് ഉള്ള മലയാളത്തില് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് എവറിബഡി. ഹരിബോൾ. യെസ്, നൗ ദ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് സെക്കൻഡ് ചാപ്റ്റർ ടെക്സ്റ്റ് 34, 34 തൊട്ട് 53 വരെ ഉള്ള ശ്ലോകമാണ്. ഓക്കെ, ഇപ്പൊ ഇതേവരെ നമ്മൾ വാട്ട് എവർ വി ഹാവ് ഡൺ, ഇത്രയും ദിവസം നമ്മൾ 34 ശ്ലോകം വരെ ഭഗവാൻ പറഞ്ഞത് ആത്മാവിനെ കുറിച്ച്, അതിന്റെ എല്ലാം അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. അർജുനൻ ഞാൻ ചെയ്യില്ല, ബാറ്റിൽ യുദ്ധം ചെയ്യില്ല എന്നൊക്കെ അവൻ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു. എനിക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഭഗവാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവനെ എങ്ങനെയെങ്കിലും ഉയർത്തണം. വി ഹാവ് ടു മേക്ക് ഹിം കം അപ്പ് ആൻഡ് സ്റ്റാർട്ട് ഹിസ് വർക്ക്. ബിക്കോസ് അർജുനൻ ഒരു വാരിയർ ആണ്, യോദ്ധാണ്. അപ്പൊ അവന്റെ കർമ്മം യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് അവനെ എത്തിക്കാൻ ഭഗവാൻ ലിറ്റിൽ ബൈ ലിറ്റിൽ ഗ്രാജുവൽ ആയിട്ട് ഉയർത്തിക്കൊണ്ട് വരുവാണ്. ഇതിപ്പോ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് അർജുനന് മാത്രം പറയണതല്ല, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കും ഒരുപാട് ഇതെല്ലാം അർജുനൻ അനുഭവിക്കുന്ന ഈ സങ്കടം, ഈ കൺഫ്യൂഷൻ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കും ഉണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യും, അതും നമ്മൾ
വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ഇത് വീട്ടിലിരുന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഭഗവത്ഗീത ഇപ്പൊ വിദ്യാസ്വരൂപിണി പറഞ്ഞ പോലും മാതാജി പറഞ്ഞതുപോലും ഭഗവത്ഗീത ദിവസം വായിക്കണത് നല്ലതാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് നൗ ടെക്സ്റ്റ് 34. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരിച്യതേ. അതിന്റെ ട്രാൻസ്ലേഷൻ: People will always speak of your infamy, and for a respectable person, dishonor is worse than death. ഹരേ കൃഷ്ണ. വിവർത്തനം: ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. താങ്ക് യു മാതാജി. അപ്പൊ ഇതിലിപ്പോ ഭഗവാൻ പറയണത്, നീ ഇങ്ങനെ ഞാൻ യുദ്ധം ചെയ്യില്ല, നീ ഒരു വലിയ ഒരു യോദ്ധാവാണ്, അത് വെച്ചിട്ട് ഇപ്പൊ നീ എല്ലാരും നിന്നെ നോക്കിയിരിക്കുകയാണ്. അർജുനൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് വാരിയർ. അപ്പൊ എല്ലാരും നോക്കുമ്പോ നീ ആണെങ്കിൽ ഇപ്പൊ പറയാണ്, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എനിക്ക് ഈ രാജ്യം വേണ്ട, എന്നെക്കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഒരുപാട് എക്സ്ക്യൂസസ് പറയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, നിന്നെ കുറിച്ച് നിന്റെ അവമാനം, ഇത് നിനക്കൊരു വലിയൊരു അവമാനമാണ്. വൈ? ബിക്കോസ് നീ യോദ്ധായിട്ട്, ഒരു വാരിയർ ആയിട്ട്, യു ആർ റണ്ണിങ് അവേ ഫ്രം യുവർ വർക്ക്. നിന്റെ ഡ്യൂട്ടിന്ന് നീ പോവാണ്. പക്ഷെ നീ പോകുന്നത് കാരണം വേറെ, പക്ഷെ എല്ലാരും എന്ത് പറയും? നീ ചെയ്യുന്നത് മോശം, നിന്നെ ഒരുപാട് പുച്ഛിച്ച് സംസാരിക്കും. അപ്പൊ അതിനേക്കാളും ബെറ്റർ യുദ്ധത്തിൽ തന്നെ നീ മരിച്ചോളൂ. അങ്ങനെയാണ് ഭഗവാൻ പറയണത്. ബെറ്റർ, ബിക്കോസ് ഒരു യോദ്ധാവിന് ഈ ഒരു അവമാനം എന്ന് പറയണത് ഇസ് നോട്ട് വെരി ഗുഡ്. അപ്പൊ പറയും, ബെറ്റർ യു ഡൈ, നീ ഇതിൽ തന്നെ നീ മരിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പറയാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഭഗവാൻ അവനെ മരിക്കണം എന്നല്ല, പക്ഷെ പറയാണ്, നീ ഇവിടുന്ന് ഓടുന്നതിനേക്കാളും ബെറ്റർ നീ മരിക്കണതാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ശ്ലോക: ഭയാദ്രണാദു പരതം മംസ്യന്തെ ത്വാം മഹാരതാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. The great generals who have highly esteemed your name and fame will think that you have left the battlefield out of fear only, and thus they will consider you insignificant. വിവർത്തനം: ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്ത് നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും. ഓക്കെ, അപ്പൊ ഭഗവാൻ ഇപ്പൊ പറയാണ് അർജുനന്റെ അടുത്ത്, ഇപ്പൊ മറ്റു സൈഡിലുള്ള വലിയ വാരിയേഴ്സ് ഉണ്ട്. ആരാണ്? ദുര്യോധനൻ, കർണൻ. ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഭഗവാൻ പറയാണ്, അവരൊക്കെ വിചാരിക്കും നീ പേടിച്ചിട്ടാണ് ഈ യുദ്ധകളത്തിൽ നിന്ന് പോണത്. അപ്പൊ അവർക്കറിയില്ല നിന്റെ ദയ കാരണമാണ്. നിനക്ക് ദ്രോണർ, ഭീഷ്മർ അവരെ ഒന്നും കൊല്ലണതിൽ നിനക്ക് ഇഷ്ടമില്ല. ബിക്കോസ് നീ അവരെ കുറിച്ച് അത്ര ഹൈ ആയിട്ട് നീ വിചാരിച്ചിട്ടുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ, എന്റെ ഗുരു, അങ്ങനെ വിചാരിച്ചിട്ടാണ് അവരെ കൊല്ലാൻ പറ്റില്ല. നീ കമ്പാഷൻ, നിന്റെ ദയ കാരണമാണ് നീ പറയണത്. പക്ഷെ അവരെന്ത് വിചാരിക്കും? ഇവൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് നിന്നെ അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഭഗവാൻ അങ്ങനെയാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അർജുനന്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊണ്ടു വരുവാണ്. ഓക്കെ, നൗ 36. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുഖിം. Your enemies will describe you in many unkind words and scorn your ability. What could be more painful for you? ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്? ഓക്കെ, അപ്പൊ നോ കൃഷ്ണൻ പറയാണ്, കൃഷ്ണൻ തന്നെ ഒരു ഷോക്കായി പോയി. ഇതെന്താ ഇവൻ ഇത്ര ഒരു ദയ കാണിക്കുകയാണ്? അവരുടെ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും വരുമ്പോ യുദ്ധം ചെയ്യണം, അത് മാത്രമേ നമ്മളുടെ ഗോൾ ഉള്ളൂ. പക്ഷെ ആ ഗോള് വിട്ടിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഭഗവാൻ തന്നെ ഷോക്കായി പോയി. ഇതെന്താ അർജുനൻ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറയാൻ, നീ ഇങ്ങനെ ചെയ്താൽ ഇത് മോശമാണ്, ഇത് പാടില്ല എന്ന് പറയാണ്. നൗ ടെക്സ്റ്റ് 37. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. O son of Kunti,
either you will be killed on the battlefield and attain the heavenly planets, or you will conquer and enjoy the earthly kingdom. Therefore, get up with determination and fight. കുന്തി പുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് എന്താണ്? ഏതായാലും നീ ജയിക്കുമെന്ന് ആർക്കറിയില്ല. ഭഗവാൻ ജയിക്കുമെന്ന് പറയില്ല. ഭഗവാൻ പറയണ ജയിച്ചില്ലെങ്കിലും തോറ്റുപോയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ, നീ ഏതായാലും നീ മരിക്കാൻ പോവാണ്. നീ തോറ്റു എന്ന് വിചാരിച്ചു, എന്താണ്? നീ മരിക്കും. മരിച്ചാൽ എന്താ? യുദ്ധകളത്തിൽ ഒരു സോൾജർ ഒരു യുദ്ധകളത്തിൽ വാറിൽ വന്നിട്ട് ബാറ്റിൽ ഫീൽഡ്, ദാറ്റ് മീൻസ് യുദ്ധം ചെയ്യുന്ന യുദ്ധകളത്തിൽ വന്നിട്ട് അവൻ അവിടെ മരിച്ചു പോയാൽ അവൻ ഡെഫിനറ്റ്ലി ഒരു ക്ഷത്രിയന് സ്വർഗലോകം ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. സ്വർഗലോകത്തിൽ പോയാൽ ഇവിടേക്കാളും ബെറ്റർ അല്ലേ? അവിടെ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം. അവിടെ അപ്സരസ് ഉണ്ട്, അവിടെ നല്ല ആഹാരമുണ്ട്, എല്ലാം ഉണ്ട്, നല്ല സുഖങ്ങൾ, എല്ലാ സുഖവും ഉണ്ട്. ഇപ്പൊ ഭഗവാൻ പറയണ അവിടെ ചെന്നിട്ട് നീ സ്വർഗലോകത്തിൽ പൊയ്ക്കോ, നീ ഇവിടെ മരിച്ചാലും കുഴപ്പമില്ല, സ്വർഗലോകത്തിൽ പൊയ്ക്കോ എന്ന് പറയും. ഓക്കെ, സുഖ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാ ജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. Do thou fight for the sake of fighting, without considering happiness or distress, loss or gain, victory or defeat, and by so doing you shall never incur sin. യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല. ഓക്കെ, ഇപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കണത് എന്താ? ഓഫ്കോഴ്സ് കൃഷ്ണൻ പറയണത് നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ് നീ ചെയ്യുക. യുദ്ധം, യു ഹാവ് ടു ഫൈറ്റ്. യുദ്ധം നിന്റെ കർത്തവ്യം ഫൈറ്റിംഗ് ആണ്. ആ ഫൈറ്റിങ്ങിനെ മാത്രം വിചാരിച്ചിട്ട് നീ ഫൈറ്റ് ചെയ്താൽ മതി, നീ യുദ്ധം ചെയ്താൽ മതി, വേറെ ഒന്നും നീ നോക്കണ്ട. ഓക്കെ, അങ്ങനെ ചെയ്താൽ നീ ഇതിൽ എനിക്ക് സന്തോഷം കിട്ടുമോ, എനിക്ക് ദുഃഖമാവുമോ, ദുഃഖം വരും, സന്തോഷം വരും, ഇല്ലെങ്കിൽ എനിക്ക് ലാഭം നഷ്ടം, ഇല്ലെങ്കിൽ എനിക്ക് ജയം പരാജയം, ഇതൊന്നും നോക്കാണ്ട് നീ യുദ്ധം ചെയ്തോളൂ. നിനക്ക് അങ്ങനെ ചെയ്താൽ നിനക്ക് പാവം വരില്ല. ഇപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് നമ്മൾ നോക്കേണ്ടത് ബൈ സോ ഡൂയിങ് യു ഷാൽ നെവർ ഇൻകർ സിൻ. നിനക്ക് പാവം കിട്ടില്ല. വൈ? ബിക്കോസ് കൃഷ്ണനാണ് പറയണത് യുദ്ധം ചെയ്യുക. ഇപ്പൊ കൃഷ്ണൻ ആരാ? ഭഗവാൻ. ഇപ്പൊ ഭഗവാൻ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്താൽ അതില് നമ്മൾക്ക് യാതൊരു പാവപുണ്യം രണ്ടുമില്ല. ബിക്കോസ് നമ്മൾ ഭഗവാൻ പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഐ വാണ്ട്. എനിക്ക് വേണ്ടിയിട്ടോ ഞാൻ വിചാരിച്ചതല്ല, ഇത് ഭഗവാൻ വിചാരിക്കണു, ഭഗവാൻ പറയണു ഇത് ചെയ്, അത് നമ്മൾ ചെയ്തിരിക്കണം. അതിൽ പാവമില്ല, പുണ്യമില്ല, ഒന്നുമില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് വി ഹാവ് ടു റിമെമ്പർ. ഓക്കെ, ബിക്കോസ് കൃഷ്ണന്റെ അടുത്ത് ആര് സറണ്ടർ ചെയ്തോ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സറണ്ടർ ചെയ്താൽ, നമ്മൾ ശരണാഗതി ചെയ്താൽ, കൃഷ്ണന്റെ അടുത്ത് ശരണാഗതി ചെയ്താൽ നമ്മൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾക്ക് മോക്ഷമുണ്ട്. ഓക്കെ, സോ നൗ ദി നെക്സ്റ്റ് വൺ 39. യേഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. Thus far I have described this knowledge to you through analytical study. Now listen as I explain it in terms of working without fruitive results. O son of Pritha, when you act in such knowledge, you can free yourself from the bondage of works. ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെപ്പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തിയില്ലാത്ത കർമ്മം ചെയ്യുന്നതിനെപ്പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനാവാം. ഓക്കെ, ഇപ്പൊ അർജുനൻ എന്താ പറയണത്? ഞാൻ യുദ്ധം ചെയ്യില്ല. ബിക്കോസ് അർജുനൻ തന്റെ ഭൗതിക തന്റെ ഇന്ദ്രിയ സന്തോഷം, ദാറ്റ് ഈസ് വെൻ ഹി സേസ് ഐ വിൽ നോട്ട് ഫൈറ്റ്, അവന്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മസന്തോഷം, അവന്റെ ഭൗതിക സന്തോഷം. ബിക്കോസ് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ
ഗ്രാൻഡ് ഫാദർ, എന്റെ ഗുരു, അവരെ ഒന്നും ഞാൻ കൊല്ലില്ല. അപ്പൊ അവർ സേഫായി. അപ്പൊ എൻ കാരണമാണ് അവർ സേഫ് ആണത്. അപ്പൊ അത് എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ? അപ്പൊ ഞാനാണ് അവരെ സേഫ് ആക്കിയത് എന്നൊരു ക്രെഡിറ്റ്. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോ ഭഗവാൻ ഏതായാലും അത് നമ്മൾ ചെയ്യുന്നത്, അർജുനൻ ചെയ്യുന്നത് അവന്റെ ഭൗതിക തൃപ്തിക്കാണ്. ഇപ്പൊ കൃഷ്ണൻ പറയാണ്, ബൈ കില്ലിംഗ് ദ ബോഡി ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ, നിന്റെ ഗ്രാൻഡ് ഫാദറോ നിന്റെ ഗുരുവിന്റെ ശരീരം നീ കൊല്ലും. യുദ്ധം ചെയ്യുമ്പോൾ അവർ മരിക്കും. അപ്പൊ അവരുടെ ശരീരമാണ് മരിക്കണത്, അവരുടെ ആത്മാ എപ്പോഴും ഉണ്ട്. ബിക്കോസ് നമ്മൾ ഈ ആത്മാ എന്ന് പറയണത് ഓരോരോ ജന്മം കഴിയുമ്പോഴും, നമ്മൾ ഈ ജന്മം കഴിയുമ്പോൾ ഈ ആത്മാ നമ്മളുടെ ഈ ശരീരം വിട്ട് വേറെ ഒരു ശരീരം എടുക്കും. അപ്പൊ ഇവിടെയുള്ള ഈ അവന്റെ ഗ്രാൻഡ് ഫാദർ, അവന്റെ അമ്മാവൻ, ഓൾ ഹിസ് റിലേഷൻസ് എല്ലാവരും ആ ശരീരം കൊന്നു കഴിഞ്ഞാൽ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ആത്മ വേറെ ഒരു ശരീരത്തിലേക്ക് കയറും. ഇറ്റ്സ് എ ഡിഫറെന്റ് ശരീരം. ഈ സെയിം ശരീരമല്ല, വേറെ ഒരു ശരീരം നമ്മൾക്ക് കിട്ടും. ആ ശരീരത്തിൽ ആ ആത്മാവുണ്ട്. അപ്പൊ ആത്മാ എന്ന് പറയണത് ഒരിക്കലും മരിക്കില്ല. ഇതിന്റെ ആത്മാവിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഭഗവാൻ ഓൾറെഡി ഒരുപാട് ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല, നനയ്ക്കാൻ പറ്റില്ല, ഒരു ആയുധം കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഓൾ ദീസ് ഹാവ് ബീൻ ഗിവൻ ഓൾറെഡി. അപ്പൊ ഇപ്പൊ ഭഗവാൻ പറയാണ്, നീ അവരൊന്നും മരിക്കാൻ പോകുന്നില്ല, നീ അവരുടെ ശരീരം മാത്രമേ മരിക്കുള്ളൂ. ശരീരം വിൽ ബി ഡിസ്ട്രോയ്, ബട്ട് ദി ആത്മാ ഈസ് ഓൾവേസ് സേഫ്. ആൻഡ് എപ്പോഴും അവർ ആ ആത്മാ ഒരിക്കലും മരിക്കാൻ പോണില്ല. ബിക്കോസ് ആത്മാ ഇസ് എ പാർട്ട് ഓഫ് ഭഗവാൻ, ഭഗവാന്റെ ഒരു അംശമാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് ഭഗവാനും മരണജനനമില്ല, നിങ്ങൾക്ക് ഈ ആത്മാക്ക് മരണമില്ല, വേറെ ഒരു ശരീരത്തിലേക്ക് കയറും. പക്ഷെ ആത്മാ ഒരിക്കലും മരിക്കില്ല, ജനിക്കില്ല. ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ആത്മാ ഈസ് ഓൾവേസ് ദർ പെർമനന്റ്ലി. അതിന് പെർമനന്റ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നൗ ദിസ് ഈസ് വാട്ട് നൗ ഭഗവാൻ ഈസ് ട്രൈങ് ടു ടെൽ അർജുന. ഇപ്പൊ പിന്നെ ഭഗവാൻ പറയുന്നത്, ഈ ഇൻഡിവിജ്വൽ ആർ ഓൾവേസ് വർക്കിംഗ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ്, ആർ തിങ്കിങ് ഓഫ് ബീങ് എൻജോയേഴ്സ്. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിലിരുന്ന് നമ്മളിപ്പോ എന്താ വിചാരിക്കണത്, ഞാൻ ഒന്നും ചെയ്യാണ്ട് നല്ലതൊക്കെ ചെയ്യും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, ഞാൻ എൻജോയ് ചെയ്യുവാണ്. എവ്രിതിങ്, ദർ ഇസ് എവ്രിതിങ്. ഭഗവാൻ ഈ ലോകം ഭൗതിക ലോകം സൃഷ്ടിച്ചത് നമ്മൾക്ക് വേണ്ടിയാണ്. ബിക്കോസ് നമ്മൾ ആഗ്രഹിച്ചു, നമുക്ക് എല്ലാ ഐശ്വര്യം നമ്മൾ എൻജോയ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അപ്പൊ നമ്മൾക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ഭൂലോകം ഉണ്ടാക്കി അവിടെ നമ്മളെ കൊണ്ട് ഇരുത്തി, ഓരോരോ ശരീരത്തിലെ നമ്മളെ ഇരുത്തി. ഇപ്പൊ പറഞ്ഞു, ഓക്കെ എൻജോയ്. നമ്മൾ എൻജോയ് ചെയ്യും. എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് എല്ലാം കഴിയുമ്പോ ഒരു ഘട്ടം വരുമ്പോ നമ്മൾക്ക് മനസ്സിലാവും, ഇനി എനിക്ക് മരിക്കണം. ബിക്കോസ് എന്റെ സമയം കഴിയുമ്പോ നമ്മൾ മരിക്കും. അപ്പൊ നമ്മൾക്ക് വിചാരം, അയ്യോ ഇനി ഞാൻ എവിടെ പോവും? അപ്പൊ വിചാരിക്കുമോ എങ്ങനെയാലും ഭഗവാന്റെ അടുത്ത് ലയിക്കണം, ഭഗവാനിൽ ലയിക്കണം എന്ന് വിചാരിക്കും. ഭഗവാനിൽ ലയിക്കണം എന്ന് പറഞ്ഞാൽ എവിടെ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോ നമ്മൾ ലയിക്കുന്നത് എവിടെയല്ല, നമ്മൾ ബ്രഹ്മജ്യോതി വരെ പോകാൻ പറ്റും. ഭഗവാന്റെ ബ്രഹ്മജ്യോതി വരെ പോകാൻ പറ്റും. അതുവരെ നമ്മൾ ഭഗവാൻ ആ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് ഭഗവാന്റെ അടുത്ത് ലയിക്കണം. വി ആർ നോട്ട് സെർവിങ്, നമ്മൾ ഭഗവാനെ സെർവിങ് അല്ല, ഭഗവാന്റെ അടുത്ത് ലയിക്കണം, ഭഗവാനിൽ ലയിക്കണം. ഓക്കെ, ഭഗവാനിൽ ലയിക്കണം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ പറ്റും. പക്ഷെ ബ്രഹ്മജ്യോതിയിൽ വരെ പോയാലും നമ്മൾ തിരിച്ചു വരണം. തിരിച്ചു വേറെ ഒരു ശരീരം എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരും. ഓരോരോ ഡിഫറെന്റ് ശരീരം നമ്മൾക്ക് കിട്ടും. നമ്മളുടെ പാവപുണ്യം അനുസരിച്ച് നമ്മൾക്ക് വേറെ ശരീരം കിട്ടും. ആ ശരീരം എടുത്തിട്ട് പിന്നെ ഭൂലോകത്തിൽ വന്നിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും എൻജോയ് ചെയ്യും, പിന്നെ മരിക്കണ സമയത്ത് വിചാരിക്കും. അപ്പൊ എപ്പോഴാണ് ഇത് തീരാൻ പോണത്? അതുവരെ നമ്മൾ ഈ സംസാര ബന്ധത്തിൽ തന്നെ, സംസാര സാഗരത്തിൽ തന്നെ ഇങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ട് ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ട് ഇരിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ വിചാരിക്കണു നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യണുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ എൻജോയ്മെന്റ് ഉണ്ടോ ഇല്ലയോ അത് നമ്മൾക്ക് അവരവർക്ക് മനസ്സിലാവും. ഓക്കെ, സോ finally now Krishna is now going to tell him about the working process in Buddhi Yoga or Karma Yoga. ഇപ്പൊ ഭഗവാൻ ഇപ്പൊ പറയാൻ പോണത് എന്താണ്? നമ്മളുടെ ഇതെന്താ? നമ്മളുടെ കണക്ഷൻ ഈസ് വിത്ത് ഭഗവാൻ ഇൻസൈഡ് us ആസ് പരമാത്മ. ആത്മ ആൻഡ് പരമാത്മ രണ്ടും നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. പരമാത്മ ഈസ് വിത്ത് us. പക്ഷെ നമ്മൾ പരമാത്മാവ് മറന്നുപോയി. വി ഡോണ്ട് നോ ഹിം ബിക്കോസ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മളുടെ ഭൗതിക ശരീരത്തിനെ കുറിച്ച്, ഭൗതിക ആഗ്രഹങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. സോ നൗ ഭഗവാൻ ഓരോന്നായിട്ട് ഇനി പറഞ്ഞു കൊടുത്ത് അവന്റെ
ഇത് മാറ്റാൻ പോവാൻ. ഈ ശരീരമാണ് എല്ലാം എന്ന് വിചാരിക്കണ ആ ഒരു that intelligence is going to change it. Okay, so now Krishna ഇപ്പൊ അർജുനൻ ഓൾറെഡി പറഞ്ഞു, കൃഷ്ണ നീയാണ് എന്റെ ഗുരു. അപ്പൊ ഒരു ഗുരു എന്ന് പറയണത് എല്ലാവർക്കും ആവശ്യമാണ്. ഗുരുവാണ് നമ്മളെ എല്ലാം ഈ ശരിക്കാണ് മാർഗം കാണിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് നമ്മളെ എത്തിക്കണത് ഗുരുവാണ്. അതുകൊണ്ടാണ് ഒരു ഗുരു, അതും ഒരു ശരിയാണ് ഒരു ഗുരു, ഒരു നല്ല ഒരു പാരമ്പര്യത്തിൽ വരുന്ന ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിച്ച് ആ ഗുരുവിന്റെ അടുത്ത് നമ്മൾ ഇതെടുത്ത് മന്ത്രം ഇത് ചെയ്ത് ആ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ്, ആ ഗുരു നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. അതുപോലെ നമ്മൾ അത് ഫോളോ ചെയ്ത് നമ്മൾ പോയാൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് ഡെഫിനറ്റ് ആയിട്ട് എത്തും. ഈ ജന്മം ഇല്ലെങ്കിൽ അടുത്ത ജന്മം, ഇല്ലെങ്കിൽ അടുത്ത ജന്മം. ഓക്കെ, സോ അപ്പൊ ഈ പരമാത്മാ ആത്മാ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഓൺലി വിത്ത് ഭക്തി സേവ. ഭക്തി സേവ ചെയ്താൽ മാത്രമേ, ഒരുപാട് ഭക്തി സേവ ചെയ്യണം. ഒരു സേവ ചെയ്തു, ഓ നൗ ഐ നോ എവറിത്തിങ്. നോ, യു ഹാവ് ടു കീപ് ഓൺ ഡൂയിങ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഭക്തി സേവ. ഓക്കെ, അതാണ് ബുദ്ധിയോഗം എന്ന് പറഞ്ഞ് ഇപ്പൊ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോവാണ് ടു അർജുന ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ one thing we should understand is what is ബുദ്ധി യോഗ. ബുദ്ധി യോഗ എന്ന് പറയണത് കൃഷ്ണാവബോധം. അതാണ് ബുദ്ധിയോഗം. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ കൃഷ്ണന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, കൃഷ്ണനാണ് എവറിത്തിങ്. കൃഷ്ണ ഇസ് ദ ഫോക്കസ്, സെൻട്രൽ ഫോക്കസ് കൃഷ്ണനാണ്. ദാറ്റ് ഈസ് കൃഷ്ണാവബോധം. അപ്പൊ ഞാൻ ചിന്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം, എവറിത്തിങ് ഈസ് അറൌണ്ട് കൃഷ്ണ. കൃഷ്ണ ആണ് സെൻട്രൽ ഫിഗർ. ആ സെൻട്രൽ ഫിഗറിനെ ചുറ്റി ഞാൻ എല്ലാം ചെയ്യുന്നത്. സോ മൈ കോൺഷ്യസ്നസ്, എന്റെ ബോധം എല്ലാം ഇപ്പൊ മറ്റതിലൊക്കെ ഉണ്ട്. എന്റെ ബോധം അത് വേണം, ഇത് വേണം, വീട് വേണം, കാർ വേണം, വലിയ TV വേണം, സോ മെനി ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ മാറ്റിയിട്ട്, അതൊക്കെ ഭൗതിക ആഗ്രഹങ്ങൾ, അതിലിരുന്നാൽ എനിക്ക് ഭഗവാനെ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കൃഷ്ണനെ ഞാൻ സെൻട്രൽ ഫിഗർ ആക്കിയിട്ട് അതിനെ ചുറ്റി എല്ലാം ചെയ്യാൻ തുടങ്ങിയ മൈ കോൺഷ്യസ്നസ് വിൽ ചേഞ്ച്. എന്റെ ബോധം ഭഗവാന്റെ ഇതിലേക്ക് മാറും. ഓക്കെ, എന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായോ എനിക്ക് അറിയില്ല, പക്ഷെ as much as I can, I'm trying to explain. Okay, so please forgive me. Okay, next shloka. Neha vikramana shosti pratyavayo na vidyate swalpamapyasya dharmasya trayate mahato bhayat. In this endeavor, there is no loss or diminution, and a little advancement on this path can protect one from the most dangerous type of fear. നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു. Okay. Now what are we talking about fear? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്. കൃഷ്ണനെ സെൻട്രൽ ആക്കിയിട്ട് കൃഷ്ണാവബോധം ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ വന്നാലേ എനിക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഞാൻ ഭക്തി സേവ ഭഗവാന് വേണ്ടി ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്താം. ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷെ ഞാനിപ്പോ എന്ത് വിചാരിക്കണു, ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് വയസ്സായിപ്പോയി. ഞാൻ കൊച്ചിലേ തൊട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നാൽ all this year I have got, ഇത്രയും കൊല്ലം ഉണ്ടായിരുന്നു ചെയ്യാൻ. പക്ഷെ എനിക്ക് അത്ര സമയമില്ല. ഞാനൊരു 50 വയസ്സ് 60 വയസ്സിലാണ് ഇതൊക്കെ ആരോ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കണത്. അപ്പൊ എന്റെ വിചാരം, വാട്ട് വിൽ ഐ ഡു? ഞാൻ എങ്ങനെ ഭഗവാന്റെ അടുത്ത് എത്തും? എനിക്ക് എത്താൻ സമയമില്ലോ. അപ്പൊ ഞാനിത് ചെയ്യണോ? ചെയ്തിട്ട് പ്രയോജനമില്ല. 50-60 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ഓരോന്ന് ഇനി ഹരേ കൃഷ്ണ പറ, ഇല്ലെങ്കിൽ ഇനി ഭക്തി സേവ ചെയ്യുക, ഇങ്ങനെയൊക്കെ പറഞ്ഞാല് എനിക്ക് ചെയ്ത് പ്രയോജനം കിട്ടാൻ പോണില്ല. ബിക്കോസ് ഞാനിനി 5 കൊല്ലത്തിൽ മരിച്ചു പോയാലോ, ഇല്ല 2 കൊല്ലത്തിൽ മരിച്ചു പോയാലോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ഭയം എനിക്ക്. അപ്പൊ അതുകൊണ്ട് ചെയ്യണോ വേണ്ടയോ ഒരു ഭയം. അപ്പൊ ഭഗവാൻ പറയാണ് അതിലൊരു പേടി വേണ്ട. ബിക്കോസ് നമ്മളിപ്പോ 60 വയസ്സിൽ തുടങ്ങി 80 വയസ്സിൽ മരിച്ചു പോയാൽ 20 കൊല്ലം ചെയ്തു. ആ 20 കൊല്ലം ഒരു 0.5% കൃഷ്ണ കോൺഷ്യസ് ആയിരിക്കാം, ഭക്തി സേവനമായിരിക്കാം, ഇല്ലെങ്കിൽ 1% ആയിരിക്കാം. പക്ഷെ എന്താ എനിക്ക് കിട്ടാൻ പോണ ഒരു ബെനിഫിറ്റ് ഈസ് അടുത്ത ജന്മം എവിടെ നിർത്തിയോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഈ ജന്മത്തിൽ ഞാൻ പറയാണ് 1% ഞാൻ കൃഷ്ണാവബോധത്തിലിരുന്ന് കൃഷ്ണന്റെ സേവ ചെയ്തു, 1%. അപ്പൊ 100% ചെയ്തിട്ടില്ല, 1% ചെയ്തു, മരിച്ചുപോയി, അടുത്ത ജന്മം കിട്ടി. പക്ഷെ ഭഗവാൻ അറിയാം, ഈ ഒരു വ്യക്തി
ചെയ്തു. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വൈകി പോയി. പക്ഷെ കുഴപ്പമില്ല, 1% ചെയ്തു. അടുത്ത ജന്മം എനിക്ക് ഒരു മനുഷ്യജന്മം കിട്ടും. മനുഷ്യജന്മം കിട്ടിയിട്ട് ആ മനുഷ്യജന്മം ഒരു നല്ല ഒരു എന്താ പറയണ ഒരു സാധുക്കൾ ഉണ്ടായിരിക്കുന്ന ഒരു കുടുംബത്തിൽ എനിക്ക് ജനനം കിട്ടുമായിരിക്കും. കിട്ടും കിട്ടില്ല അതറിയില്ല. ബട്ട് മേ ബി ഐ വിൽ ഗെറ്റ് ഇൻ എ ഗുഡ് ഫാമിലി. ഒരു നല്ല കുടുംബത്തിൽ കിട്ടും. അവിടെ എല്ലാവരും ഭക്തിയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമായിരിക്കും. അവിടുന്ന് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ 1% ഈസ് ക്യാരിഡ് ഫോർവേഡ്. അത് ക്യാരി ഫോർവേഡ് ആവും അടുത്ത ജന്മത്തില്. ആ അടുത്ത ജന്മം ഞാൻ ചിലപ്പോ 40% ചെയ്യുമായിരിക്കും. 40% ചെയ്ത് മുഴുവൻ ചെയ്തില്ല, 40% വരെ എത്തി. അതിനടുത്ത ജന്മം ഇനിയും ബെറ്റർ ഒരു ജന്മം, അത് 41% എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എന്റെ ജന്മം കുറയും, എന്റെ ഇത് കൂടും, എന്റെ ഭക്തി സേവനം കൂടും, 100% വരും. ഡെഫിനറ്റ്ലി അടുത്ത ഗോലോകത്തിലോ വൈകുണ്ഠത്തിലോ ഭഗവാൻ എവിടെ വിചാരിച്ചിട്ടുണ്ടോ അവിടെ എന്നെ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അതിന്റെ പേടി വേണ്ടെന്നാണ് ഇപ്പൊ ഭഗവാൻ പറയണത്. ഡോണ്ട് ബി സ്കേർഡ്. നീ ചെയ്യാൻ തുടങ്ങുക. ഇപ്പൊ നിനക്ക് ആരെങ്കിലും പറഞ്ഞു തന്നോ? നീ ഇപ്പൊ ഒരുപാട് പുതിയ ആൾക്കാരുണ്ടോ എനിക്കറിയില്ല. പുതിയ ആൾക്കാർ വന്നിട്ട് ഈ ഭഗവത്ഗീത കേൾക്കാൻ തുടങ്ങി. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയിപ്പൊ എന്റെ എല്ലാം നഷ്ടമായി. ഒന്നും നഷ്ടമായിട്ടില്ല. ഇപ്പൊ ചെയ്താലും ഇനിയും സമയമുണ്ട്, ഒന്നും നഷ്ടമായിട്ടില്ല. ഇപ്പൊ ചെയ്താലും മതി. അടുത്ത ജന്മം ഇതിനേക്കാളും ബെറ്റർ ജന്മം തീർച്ചയായിട്ട് കിട്ടും. ഇത് ഭഗവാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, ടെക്സ്റ്റ് 41. വ്യവസായാത്മിക ബുദ്ധ ഏകേഹ കുരു നന്ദന ബഹുശാഖാ ഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. Those who are on this path are resolute in purpose and their aim is one. O beloved child of the Kurus, the intelligence of those who are irresolute is many branched. ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്ന് മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്കിപ്പോ എന്താണ് വേണ്ടത്? സ്ട്രോങ് ഫെയ്ത്ത്, ഒരു ദൃഢവിശ്വാസം ഭഗവാനിൽ വേണം. ഭഗവാൻ പറഞ്ഞത് 100% ചെയ്യും. ഭഗവാൻ കാര്യം ഞാൻ ചെയ്താൽ എനിക്കിത് കിട്ടും. ആ ദൃഢവിശ്വാസം നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വേണം. അപ്പൊ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ അത് എന്താണ് ഈ ദൃഢവിശ്വാസം? എല്ലാം കൃഷ്ണനാണ്. അപ്പൊ ഇതേവരെ നമ്മൾക്ക് അത് ഉണ്ടോ ഇല്ലയോ, നമ്മൾ ഒരുപാട് ഇതാണ് ഭഗവാൻ, അതാണ് ഭഗവാൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഭഗവാൻ 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 എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഭഗവാൻ പറയാണ് വാസുദേവ സർവമിതി, വാസുദേവനാണ് എല്ലാം എന്നാണോ നമ്മളുടെ മനസ്സിൽ ആ വിശ്വാസം വരുന്നു, അന്ന് വി ആർ സേവ്ഡ്. അത് തൊട്ട് ദാറ്റ് ഈസ് കൃഷ്ണ കോൺഷ്യസ്നെസ്. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ പല മാർഗത്തിൽ നമ്മൾ ഇതാണോ അതാണോ മറ്റതാണോ അങ്ങനെ ഇങ്ങനെ പോകുമ്പോ നമ്മളുടെ ആയുസ്സും കഴിഞ്ഞു പോകും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി, ഭഗവത്ഗീത വായിക്കുമ്പോഴും ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴും എന്താണ് ഈ വിശ്വാസം? കൃഷ്ണനാണ് ഭഗവാൻ. കൃഷ്ണനെ നമ്മൾ ചെയ്യുന്ന എല്ലാ സേവനവും അത് ഭക്തി സേവനമാണ്. അത് മനസ്സിലാക്കിയാൽ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അതിന് ഒരു നല്ല ഗുരു വേണം. ആ ഗുരു പറയണത് അനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്യാൻ തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാം ഒരു ദിവസം ഗോലോകത്തിൽ എത്തും. ഓക്കെ, യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിത വേദവാദാരഥാ പാർത്ഥ നാന്യദസ്തീതി വാദിന കാമാത്മാന സ്വർഗപരാ ജന്മ കർമ്മ ഫലപ്രദാം ക്രിയാ വിശേഷ ബഹുലാം ഭോഗേശ്വര്യ ഗതിം പ്രതി. Men of small knowledge are very attached to the flowery words of the Vedas, which recommend various fruitive activities for elevation to heavenly planets, resultant good birth, power, and so forth. Being desirous of sense gratification and opulent life, they say that there is nothing more than this. സ്വർഗലോക പ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ
അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. ഓക്കെ, അപ്പൊ ചില കൂട്ടരുണ്ട്, അവരെന്താ പറയണത്, നിങ്ങളൊക്കെ പറയണതൊക്കെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇത് നമുക്ക് ഇത് ചെയ്യാൻ പോസിബിൾ അല്ല, നമുക്കിത് വിശ്വസിക്കാൻ അത്രയ്ക്ക് പറ്റില്ല. വൈ? ബിക്കോസ് ദീസ് ആർ നോട്ട്, വി ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദീസ് തിങ്സ്. ഞങ്ങൾക്ക് നല്ല ഒരു ജന്മം കിട്ടി, ഒരുപാട് പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, സന്തോഷമാണ്, എനിക്കിതൊക്കെ എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്തിട്ട് ഞാൻ എവിടെ പോകും? അപ്പൊ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ലൈക്ക് ദേ വിൽ ഡു ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഓൾസോ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാണ്ട് അവർ ചീത്ത ചെയ്യണമല്ല, നല്ല കാര്യം ചെയ്യും. പക്ഷെ അവർക്ക് ഇതാണ് കറക്റ്റ് മാർഗം, അതിൽ അവർക്ക് അത്ര വിശ്വാസമില്ല. അപ്പൊ അവർ എന്ത് ചെയ്യും? ഈ വേദത്തില് കർമ്മകാണ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയൊക്കെ ചെയ്താൽ ഓരോരോ യാഗം, ഹോമം ഇതൊക്കെ ചെയ്താൽ ഇത് കിട്ടും, അത് കിട്ടും, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും. എനിക്കിപ്പോ ഒരു നല്ല ജോലി വേണം, അപ്പൊ പറയും ഇത്ര ഇത്ര പൂജകൾ ചെയ്തോളൂ, ഇതൊക്കെ പറയും. ഓക്കെ, സോ അതൊക്കെ ശരിയാണ്. അപ്പൊ എനിക്കത് കിട്ടുമ്പോ എന്ത് തോന്നും? കണ്ടോ, ഇത് ചെയ്യുമ്പോ, യാഗം ഹോമം ചെയ്യുമ്പോ എനിക്കിത് കിട്ടിയില്ലേ, എനിക്ക് ഇതല്ലേ സന്തോഷം. അത് അവരുടെ ടെമ്പററി സന്തോഷത്തെ, താൽക്കാലിക സന്തോഷത്തെ കുറിച്ചാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ അതാണ് എല്ലാം എന്ന് അവർ വിശ്വസിക്കും. അപ്പൊ അവർക്ക് ഈ കൃഷ്ണാവബോധം എന്താണ്, ഇല്ലെങ്കിൽ ഭഗവാൻ എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഭഗവാന്റെ അടുത്ത് എന്തിനാണ് ഞാൻ സറണ്ടർ ചെയ്യുന്നത്, ഇതൊന്നും അവർക്ക് അത്രയ്ക്ക് ബോധമില്ല, അത് ആയിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ ബാഡ്, അവർ ചീത്ത ആൾക്കാരെന്നോ അവർക്ക് ഇതൊന്നും അല്ല. അവർക്ക് ആ ഒരു ലെവൽ വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. നമ്മളൊക്കെ എത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത്? ഇത് ഒന്നുമില്ല നമ്മളുടെ ലെവൽ, ഇറ്റ് ഈസ് നോട്ട് ഈവൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി ലാഡർ. പക്ഷെ അതുപോലെ അവരും വരും, എല്ലാവരും വരും. നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്തവരാണ്. ഇന്ന് കുറച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എവറിബഡി വിൽ കം ഇൻ ടു ദിസ്, ബട്ട് അവർ ആ കർമ്മകാണ്ഡത്തിൽ മാത്രം സിറ്റുവേറ്റഡ് ആണ്. ഓക്കെ, സോ ബിക്കോസ് സ്വർഗലോകത്തിൽ പോകാനാണ് എല്ലാരും വിചാരിക്കുന്നത്, എനിക്ക് സ്വർഗത്തിൽ പോകണം. അവർക്ക് ഗോലോകം പോണ്ട, വൈകുണ്ഠം പോണ്ട, സ്വർഗലോകം. വൈ? സ്വർഗലോകത്തിൽ ഇവിടേക്കാളും ബെറ്റർ ആണ്. ഇവിടെ കിട്ടുന്ന ഓരോരോ എൻജോയ്മെന്റിനെ കാണും, സ്വർഗലോകത്തിൽ ഒരുപാടുണ്ട്. അപ്പൊ അതാണ് അവരുടെ ഗോൾ. ഓക്കെ, ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത്തെ. In the minds of those who are too attached to sense enjoyment and material opulence, and who are bewildered by such things, the resolute determination for devotional service to the Supreme Lord does not take place. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഭൗതിക എൻജോയ്മെന്റ്, ഭൗതിക സന്തോഷമൊക്കെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവർക്ക് ഭൗതിക ഓപ്യുലൻസ്, ദാറ്റ് മീൻസ് ഓൾ ദി ഐശ്വര്യങ്ങൾ, അതിലൊക്കെയാണ് അവർക്ക് അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് എല്ലാം അവരുടെ they get bewildered, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനെ കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അവർ ഈ ഭഗവാനെ ഭക്തി സേവ ചെയ്യാൻ അവർ they will not come. Okay, why? Because സമാധി എന്ന് പറഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എന്റെ മനസ്സ് ആ ഒരു സിറ്റുവേഷനിലേക്ക് വരണം. ആ ഒരു സമാധി എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ഫേസ് ആണ്. ഫേസ് എന്ന് പറഞ്ഞാൽ അത് ക്വയറ്റ് ആയിട്ട് എന്റെ മനസ്സ് പറയും ഇത് സമാധി. ദാറ്റ് മീൻസ് നൗ ഐ നോ എവറിത്തിങ് ഈസ് യൂസ്ലെസ്. ഈ ഭൗതിക ഇതൊന്നും ശരിയല്ല, ഭഗവാനാണ് എല്ലാം, എനിക്ക് ആ ഭഗവാനെ അറിയണം എന്നൊരു സിറ്റുവേഷൻ വരണം. അത് എല്ലാവർക്കും വരില്ല, വരാൻ സമയമെടുക്കും. ഓക്കെ, ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. The Vedas deal mainly with the subject of the three modes of material nature. O Arjuna, become transcendental to these three modes. Be free from dualities, all dualities, and all anxieties for gain and safety, and be established in the self. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ അതിക്രമിക്കണം. ദ്വന്ദ്വങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, ഭൗതിക കാര്യങ്ങൾ, ആക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് സത്വഗുണം, തമോ ഗുണം, രജോ ഗുണത്തിലാണ്. ബിക്കോസ് ഇതാണ് നമ്മുടെ പ്രകൃതിയിൽ ആദ്യം തന്നെ ഭഗവാൻ സൃഷ്ടിച്ചത് ഈ 3 ഗുണങ്ങളാണ്: രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചുറ്റിപ്പറ്റി ഇതിൽ തന്നെ വരും. അപ്പൊ ഭഗവാൻ പറയാണ്, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആക്ഷൻ റിയാക്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്യുന്നതിന് നല്ല കാര്യം ചെയ്യുമ്പോൾ പുണ്യം കിട്ടും, ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാവമുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്ടേഷൻ, ദേ ആർ മെന്റ് ഫോർ ഫ്രൂട്ടീവ് റിസൾട്ട്സ്. ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, എന്തെങ്കിലും കിട്ടും, അതിലാണ് നമ്മൾ അത് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നമ്മളെ ബന്ധിക്കും. അപ്പൊ ഭഗവാൻ പറയാണ്, ഓക്കെ, ദോസ് ഹു ആർ സ്ട്രഗ്ലിംഗ് ഹാർഡ് ഫോർ എക്സിസ്റ്റൻസ്, ഓക്കെ, നമ്മൾ എല്ലാവരും ഇവിടെ ജീവിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ വേറെ ഒന്നും നോക്കാണ്ട് വേദത്തിൽ കിട്ടുന്ന ഈ കർമ്മകാണ്ഡത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എനിക്ക് സന്തോഷം, എനിക്ക് അത് നോക്കിയിട്ട് നമ്മൾ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇതിന്ന് കിട്ടുന്നത് എന്ത് കിട്ടും എന്ന് വിചാരിക്കാണ്ട് ഭഗവാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ നമ്മളുടെ മാറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും നമ്മൾ പെട്ടുപോകും, ആ ബന്ധത്തിൽ തന്നെ നമ്മൾ പെട്ടുപോകും. ഓക്കെ, സോ ബോഡി, മെറ്റീരിയൽ ബോഡി എക്സിസ്റ്റ് ദർ ആക്ഷൻ. ഈ ഭൗതിക ശരീരം ഉള്ളവരെ നമ്മൾക്ക് ആക്ഷൻസ് റിയാക്ഷൻ, നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യണം, ചെയ്യുന്ന കർമ്മത്തിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾക്ക് കിട്ടും. നമ്മൾ ഭൗതിക ശരീരം ഉള്ളവരെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യം ചീത്ത കാര്യം എല്ലാം അറിയാണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള റിയാക്ഷൻസ് നമ്മൾക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അതിന്ന് മാറണമെങ്കിൽ ഈ 3 ഗുണങ്ങളിൽ നിന്ന് നമ്മൾ ഉയർന്നു വരണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഇനിയും ഹയർ ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദഖേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനിതഃ. All purposes served by a small well can at once be served by a great reservoir of water. Similarly, all the purposes of the Vedas can be served to one who knows the purpose behind them. ഒരു കൊച്ചുകുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയൊരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. ഓക്കെ, സോ വേദം എന്ന് പറയുന്നത് ഒരു വാസ്റ്റ്, ഒരു വലിയ ഒരു സ്ക്രിപ്ചറാണ്. വേദാസ് മാത്രം നമ്മൾ നോക്കുമ്പോൾ അതിൽ ഓരോരോ കാര്യത്തിന് ഓരോരോ സെക്ഷൻ നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഈ കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാട്ട് വി ആർ ഡൂയിങ്, ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്, നല്ല കാര്യം ചീത്ത കാര്യം. കർമ്മകാണ്ഡത്തിൽ ഓരോരോ യാഗം, ഹോമം, ഇത് ചെയ്താൽ ഇത് കിട്ടും, അത് ചെയ്യുമ്പോൾ അത് കിട്ടും, ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് വേദാസില് അത് ഒരു സെക്ഷനേ ഉള്ളൂ. ആ സെക്ഷൻ മാത്രം ഞാൻ നോക്കണ്ട. വലിയ വേദാസിന്റെ കംപ്ലീറ്റ് ഇതെന്താണ്? സെൽഫ് റിയലൈസേഷൻ. ഭഗവാൻ ആരാണ്, ഞാൻ ആത്മാന്ന് പറയുന്നത് ഞാൻ ആരാണ്, എനിക്കും ഭഗവാനും ഉള്ള ആ കണക്ഷൻ എന്താണ്. Okay, we have to know who is Krishna. Okay, and what is my relationship and understanding of Krishna. എന്റെ ബന്ധം, ഭഗവാന്റെ കൂടെ ഉള്ള ബന്ധം എന്താണ്? ഇത് ഞാൻ ഭഗവാന്റെ ഒരു അംശമാണ്. അപ്പൊ ഇതാണ് പെർഫെക്റ്റ് സ്റ്റേജ് ഓഫ് വേദിക് നോളേജ്. ഈ വേദത്തിലുള്ള പെർഫെക്റ്റ് നോളേജ് എന്താണ് അറിയേണ്ടത്? എന്താണ് അറിയണം? എന്താണ് ആ ജ്ഞാനം അറിയേണ്ടത്? ആ അറിവ് is who is Bhagavan, who am I, who is Paramatma, who am I, and what is our connection. നമ്മളുടെ കണക്ഷൻ എന്താണ്? ഓക്കെ, അപ്പൊ നമ്മളിത് ഈ വേദത്തിന്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം. വേദത്തിൽ തന്നത് നമ്മൾക്ക് ഭൗതിക സന്തോഷം അനുഭവിക്കാനല്ല, അത് തന്നെ വന്നോളും. അത് വേദത്തിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടണതൊക്കെ കിട്ടിക്കോളും. ബിക്കോസ് എത്രയോ ജന്മം ചെയ്ത പാപപുണ്യം അനുസരിച്ച് നമ്മൾ ഓരോന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും എനിക്ക് കഷ്ടവും വരും, നല്ല കാര്യവും വരും, സന്തോഷവും വരും, ദുഃഖവും വന്നോളും. ബട്ട് വേദത്തിന്റെ മെയിൻ ഗോൾ ഇസ് ടു നോ ഹു ഈസ് ഭഗവാൻ, ഹു ആം ഐ, വാട്ട് ഈസ് മൈ കണക്ഷൻ, എന്താണ് നമ്മളുടെ കണക്ഷൻ. സോ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ വൺ വി സെൽഫ് റിയലൈസ് സ്റ്റഡിങ് ദ വേദാസ് ഇസ് റിഡണ്ടന്റ്. ഇപ്പൊ ഈ ഇത് നമ്മൾ ഇപ്പൊ ഒരു ഇതുണ്ട്, ഒരു സ്മോൾ ഇത്
ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ് ആക്ച്വലി. അപ്പൊ ചൈതന്യ മഹാപ്രഭു ലോകത്തിൽ ഒരു ഭക്തനായിട്ട് വന്നു. അപ്പൊ ഒരു വൺ ഹയർ സാധു ചോദിച്ചു, എന്താണ് യു ആർ ഓൾവേസ് ചാണ്ടിങ്, എപ്പോഴും എപ്പോ നോക്കിയാലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഇങ്ങനെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് വേറെ ഒന്നും പഠിക്കണ്ടേ? വേദം പഠിക്കണ്ടേ? അത് പഠിക്കണ്ടേ? ഈ സ്ക്രിപ്റ്റേഴ്സ് പഠിക്കണ്ടേ? ചോദിച്ചപ്പോ ചൈതന്യ മഹാപ്രഭു എന്ത് പറഞ്ഞു? എന്റെ ഗുരു എന്റെ അടുത്ത് പറഞ്ഞു, നീ ബുദ്ധിയില്ല, നീ മുട്ടാളാണ്, യു ആർ എ ഫൂൾ, യു കാൻ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അപ്പൊ നീ എന്ത് ചെയ്യണം? ഈ ഒരു നാമം മാത്രം ചൊല്ലിട്ട് നോക്ക. അപ്പൊ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഹി സ്റ്റാർട്ടഡ് ചാണ്ടിങ്. അപ്പൊ ഞാൻ ഈ ഹരേ കൃഷ്ണ ചാണ്ടിങ് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് വരുമ്പോ എനിക്ക് പ്രാന്താണ്, എനിക്കിപ്പോ പ്രാന്ത് പിടിച്ചു. ചാണ്ടിങ് മഹാമന്ത്ര പ്രാന്തനാണ്. ഇപ്പൊ ഇത് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഈ സന്തോഷം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്കത് മതി. അപ്പൊ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒന്നും ചെയ്യണ്ട, ചാണ്ടിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹരേ കൃഷ്ണ മഹാമന്ത്ര നമ്മൾ ചാണ്ട് ചെയ്താൽ, ഇപ്പൊ ചൈതന്യ മഹാപ്രഭു തന്നെ ഭഗവാനാണ്. ആ ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞത്, ഞാനും ഈ ചാണ്ടിങ് ചെയ്ത് ഇത്രയും സന്തോഷം, ആനന്ദം, നോട്ട് സന്തോഷം, ആനന്ദം, ബ്ലിസ്, ഈ ആനന്ദം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ ആനന്ദം നമുക്കും അനുഭവിക്കാം ഓൺലി ബൈ ചാണ്ടിങ്. ഓക്കെ, റൈറ്റ്. ദെൻ ഞാൻ ഒരുപാട് സമയം എടുക്കുന്നു. ജസ്റ്റ് 5 minutes more, we'll finish it off. कर्मण्येवाधिकारस्ति मा फलेषु कदाचन मा कर्मफलहेतुर्भूर् मा ते सङ्गोऽस्त्वकर्मणि. You have a right to perform your prescribed duty, but you are not entitled to the fruits of action. Never consider yourself the cause of the results of your activities, and never be attached to not doing your duty. സ്വന്തം നിയത കർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയും അരുത്. Okay, so now what is Bhagavan saying in this? He's telling, 1 minute, sorry. Yeah, so Bhagavan says you have a right to perform your prescribed duties. നമ്മൾ എല്ലാവർക്കും ഓരോരോ കർമ്മം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവരുടെ കർമ്മം എന്താണ്? പഠിക്കുന്നതാണ്. അതുപോലെ അച്ഛനമ്മമാർ അവരവരുടെ പിള്ളേർ, എല്ലാവർക്കും പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ്. പിന്നെ വേറെ ഉണ്ട് ആവശ്യമില്ലാത്ത ചില കർമ്മങ്ങളുണ്ട്, ആവശ്യമില്ലാത്തത്. ഓക്കെ, അത് ഒരു നിയമമില്ല, അതങ്ങനെ നിയമം നമുക്ക് തന്നിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ടു അസ്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ടാണ്. ഒരെണ്ണം പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്, നീ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ ആരും പറയാത്തത്, ആരും ഇതാകാത്ത നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കും. എനിക്ക് പറഞ്ഞത് ഞാൻ ചെയ്യാണ്ടിരിക്കും, പറഞ്ഞത് ചെയ്യണം. ചിലര് പറഞ്ഞത് ചെയ്യാണ്ടിരിക്കും, ചിലര് പറയാത്തത് തന്നെ ചെയ്യും. Okay, so there are 3 ways of we are doing these things. So the Lord advised Arjuna not to be inactive. അപ്പൊ ചെയ്യാണ്ടിരിക്കണതും ഒന്നും ചെയ്യാണ്ടിരിക്കണതും തെറ്റാണ്. ഇപ്പൊ അർജുനന്റെ കർമ്മം യുദ്ധം ചെയ്യണത് അവൻ പറയണ ഞാൻ ചെയ്യില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. അതും തെറ്റാണ്. അവൻ ചെയ്യണം, എന്താണ് അവന്റെ കർമ്മം. സോ വിത്തൗട്ട് എക്സ്പെക്ടിങ് റിസൾട്ട്, അതിന് എന്ത് കിട്ടും, അതിന് എന്താണ് പ്രതിഫലം, അത് നോക്കാണ്ട് നിന്റെ കർമ്മം നീ ചെയ്തോളൂ. അത് മാത്രം നീ ചെയ്താൽ മതി. സോ യു ഹാവ് ദ റൈറ്റ്. ആ റൈറ്റ് മാത്രമേ ഉള്ളൂ, ആ ഒരു ഇത് മാത്രമേ നിനക്കുള്ളൂ. സോ ഹി സെയിങ് ഡോണ്ട് ബി അറ്റാച്ച്ഡ്. അതിന് ആസക്തി പാടില്ല. എന്തിന്? ടു ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ റിയാക്ഷൻ. ഞാൻ എന്തോ ചെയ്തു, അപ്പൊ അതിൽ ഞാൻ നല്ല കാര്യം ചെയ്തപ്പോ എനിക്ക് എന്തെങ്കിലും കിട്ടണം, അങ്ങനെ നോക്കിയിട്ട് നീ ചെയ്തിട്ട് ആവശ്യമില്ല. നിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്, അതിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത്, ഇതിന്ന് എനിക്ക് എന്ത് കിട്ടും, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് തെറ്റാണ്. അതിന്ന് എക്സ്പെക്ട് ചെയ്യാണ്ട് ചെയ്യണം. ഓക്കെ, സോ വർക്ക് വിത്തൗട്ട് ഡിസയർ ഫോർ റിസൾട്ട്സ് ഈസ് ആക്ഷൻ ഇൻ ഗുഡ്നെസ്. അപ്പൊ അത് സത്വഗുണത്തിലുള്ള കർമ്മമാണ്, ഡ്യൂട്ടിയാണ്. ഏത്? ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി സത്വഗുണത്തിലുള്ളതാണ്. മറ്റത് രജോഗുണം, രജോഗുണം ഒന്നും ചെയ്യാണ്ട്, തമോ ഗുണം ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്. രജോഗുണം നമുക്ക് പറയാത്തത് തന്നെ എന്ത് വേണമെങ്കിൽ എന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നത്. ഓക്കെ, സോ ഭഗവാൻ പറയണേ, നീ ഈ
യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നത് നിന്റെ ഒരു ഭൗതിക സന്തോഷത്തിനാണ്. ബിക്കോസ് ഞാൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ കണ്ടോ, ഐ ഡിഡ്ന്റ് ഡു ദിസ്, സോ ദേ ആർ ഓൾ സേവ്ഡ്, അവരൊക്കെ സേവ് ആയി. സോ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. ഓക്കെ, യോഗോസ്തക്കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. Perform your duty equipoise, O Arjuna, abandoning all attachment to success or failure. Such equanimity is called yoga. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയാണ് യോഗം എന്ന് പറയുന്നത്. Okay, now what is yoga? Excuse me. What is yoga? ഇതില് യോഗ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് യുവർ മൈൻഡ് അപ്പോൺ ദ സുപ്രീം ബൈ കൺട്രോളിങ് ദ എവർ ഡിസ്റ്റർബിങ് സെൻസസ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം എപ്പോഴും നമ്മളെ ഉദ്ധരിക്കും, ഓരോന്ന് നോക്കി നോക്കി പോകും. അപ്പൊ നമ്മളുടെ മനസ്സ് അതിന് പുറകെ പോകും. അപ്പൊ ഭഗവാൻ പറയാ, നിന്റെ ഇന്ദ്രിയങ്ങളൊക്കെ കൺട്രോളിൽ വെച്ചിട്ട് നിന്റെ കർമ്മത്തിനെ നീ ചെയ്യുക. നിന്റെ മനസ്സ് ദൃഢമായിട്ട് നിന്റെ ഡ്യൂട്ടി മാത്രം നോക്കണം, മറ്റതൊന്നും നീ നോക്കിയിട്ട് ആവശ്യമില്ല, മറ്റേക്കാള് ചിന്തിച്ചിട്ട് ആവശ്യമില്ല. ഇത് പറയണത് ആരാ? ഭഗവാനാണ്. ഭഗവാൻ പറയണത് നമ്മൾ ചെയ്തിരിക്കണം. വി ഹാവ് ടു ഫോളോ വാട്ട് എവർ ഹി സേസ്. പിന്നെ അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് ധർമ്മം എന്താണ്? അവന്റെ യുദ്ധം ചെയ്യുന്നതാണ് അവന്റെ ധർമ്മം. അപ്പൊ അവന്റെ ധർമ്മം അവൻ ചെയ്തിരിക്കണം. ഇപ്പൊ അവരവർക്കുള്ള ധർമ്മം അവരവർ ചെയ്തിരിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. വിത്തൗട്ട് എക്സ്പെക്ടേഷൻ, അതൊന്നും എനിക്ക് എന്താണ് ലാഭം എന്ന് വിചാരിക്കാണ്ട് നമ്മൾ ചെയ്യണം. ദൂരേ നാഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവ. O Dhananjaya, keep all abominable activities far distant by devotional service, and in that consciousness surrender unto the Lord. Those who want to enjoy the fruits of their work are misers. അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവൻ കൃപണനാണ്. Okay, അപ്പൊ നമ്മളെല്ലാരും ചെയ്യും. സോറി മാതാജി. ഓവർ. നോ ഇറ്റ് വാസ് ഇൻ പ്ലൂറൽ. അതാ, അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. Okay, sorry. Okay. അപ്പൊ സോ ഇപ്പൊ നമ്മൾ what we have to understand, നമ്മളുടെ ഇതെന്താണ്? We have to serve. We are the eternal servitors of Bhagavan. ഭഗവാന്റെ എപ്പോഴും ഉള്ള സേവകന്മാരാണ് നമ്മൾ. വി ആർ ഓൾ സർവിറ്റേഴ്സ് ഓഫ് ഭഗവാൻ ഓൾവേസ്. ഓക്കെ, ഇറ്റേർണലി, എപ്പോഴും. ഈ ജന്മമല്ല, അടുത്ത ജന്മമല്ല, ഏത് ജന്മത്തിലും ഏതൊരു ശരീരത്താണെങ്കിൽ നമ്മളുടെ ഒരു ഡ്യൂട്ടി ഭഗവാനെ സെർവ് ചെയ്യുന്നതാണ്, ഭഗവാനെ ഭക്തി സേവ ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ അത് നമ്മള് സംസാര സാഗരത്തിൽ ബന്ധിക്കും, പിന്നെയും ഇതെടുക്കും. പിന്നെ നമ്മൾ വിചാരിക്കണു, ഞാൻ ദാനധർമ്മം ചെയ്യും. ദാനധർമ്മം ആരെങ്കിലും നമ്മൾ കൊടുക്കും. ദാനധർമ്മം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, പക്ഷെ ഏത് ചിന്തയോടെ കൂടിയാണ് ഞാൻ ദാനം ചെയ്യുന്നത് അതും നമ്മൾ വിചാരിക്കണം. ഞാനിപ്പോ ഒരു ദാനം ചെയ്യുമ്പോൾ ഞാൻ എന്താ വിചാരിക്കണം? കണ്ടോ, ഞാൻ 10,000 rupees കൊടുത്തു, അപ്പൊ എനിക്ക് ഭഗവാൻ എന്നെ നന്നായിട്ട്, ഹി വിൽ തിങ്ക് ഗുഡ് അബൌട്ട് മീ. യെസ്, ദാനധർമ്മം ചെയ്യുമ്പോ അതിന് നല്ല റിയാക്ഷൻ കിട്ടും, നമുക്ക് പുണ്യം കിട്ടും. പുണ്യം ഡെഫിനറ്റ് ആയിട്ട് കിട്ടും ദാനം ചെയ്യുമ്പോ. ഏത് ദാനമാണെങ്കിലും, അന്നദാനം, വസ്ത്രദാനം, ബുക്സ് നമ്മൾ കൊടുക്കണത്, ഇതിനൊക്കെ നമുക്ക് നല്ല ഇത് കിട്ടും, നല്ല റിയാക്ഷൻസ് നമ്മൾക്ക് കിട്ടും, പുണ്യം കിട്ടും. പക്ഷെ ഈ പുണ്യം കിട്ടിയാലും ഈ പുണ്യം അനുഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ സ്റ്റാർട്ട് ചെയ്യണം റൈറ്റ് ഫ്രം അഗെയിൻ. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ എങ്ങനെ ഇതാക്കും? ഹൗ വിൽ ഐ അവോയ്ഡ് ദാറ്റ്? ദാനം ചെയ്യണം, പക്ഷെ ദാനം ചെയ്യുമ്പോ അത് പുണ്യമായിട്ട് വന്നിട്ട് എനിക്ക് തിരിച്ചത് എന്നെ പിന്നെ ബന്ധിക്കാൻ പാടില്ല. അത് ഞാൻ എങ്ങനെ ചെയ്യും? ഈ ദാനം ചെയ്യുന്നത്, അന്നദാനം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു ദാനത്തിന് മാത്രം 1 or 2 ദാനം, ഐ വിൽ ജസ്റ്റ് ടേക്ക് എക്സാമ്പിൾ ബിക്കോസ് ഇറ്റ്സ് ടൈം അപ്പ്. അന്നദാനം ചെയ്യുമ്പോ വെറുതെ അന്നദാനം കൊടുക്കുന്നതിനേക്കാളും
പ്രസാദമായിട്ട് നമ്മൾ കൊടുത്താൽ അത് നമ്മൾക്ക് ഇതിലെ നമ്മളെ ബന്ധിക്കില്ല. ബിക്കോസ് ഞാൻ കൊടുക്കുന്നത് പ്രസാദമാണ്. പ്രസാദം കൊടുക്കുമ്പോൾ കഴിക്കുന്ന ആത്മാക്കളൊക്കെ അവർക്ക് സുഹൃതം കിട്ടും. അവരും ഓരോരോ സ്റ്റെപ്പ് ഇതാവും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അന്നദാനം കൊടുക്കുമ്പോ എപ്പോഴും ആരാണോ പ്രസാദമായിട്ട് അന്നദാനം കൊടുക്കുന്നത് അവർക്ക് നമ്മൾ പൈസയാണ് കൊടുക്കുന്നത്. ബിക്കോസ് നമ്മൾക്ക് 1000 ആൾക്കാർക്ക് അന്നദാനം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ ആ പൈസ ആയിട്ട് കൊടുക്കും. ആ പൈസ ആയിട്ട് കൊടുക്കുന്നത് പ്രസാദമായിട്ട് ആരൊക്കെയാണോ അന്നദാനം ചെയ്യുന്നത് അവർക്ക് കൊണ്ട് കൊടുത്താൽ അവർ പ്രസാദമായിട്ട് നിങ്ങളുടെ പേര് തന്നെ പ്രസാദമായിട്ട് കൊടുക്കും. സോ യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്. നിങ്ങൾക്ക് ആ ബെനിഫിറ്റും കിട്ടും, മറ്റേ ഒരുപാട് ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടും, മറ്റേ ആത്മാക്കൾക്ക് ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അത്രയും ആത്മാക്കൾ നമ്മൾ കാരണം സേവ് ആയി. അത് കൃഷ്ണന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ബുക്സും നമ്മൾ കൊടുക്കുമ്പോ ഓരോരോ കല്യാണം വരുന്നു, ഓരോരോ ഇത് വരുന്നു, ഗിഫ്റ്റ് കൊടുക്കുമ്പോ നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം ഇതുപോലെ ബുക്സ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, അത് ദാനമായിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് സേവ നമ്മൾ ചെയ്യുന്നത്. അത് ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട സേവനമാണ്. Okay, so these are very important things. ഇതൊക്കെ ചെറിയ കാര്യം. I don't want to go into too many details. Sorry, I have already taken. Okay. Buddhi yukto jahateha ubhe sukrita dushkrite tasmad yogaya yujyasva yoga karma sukausalam. A man engaged in devotional service rids himself of both good and bad actions even in this life. Therefore strive for yoga, which is the art of all work. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്നും മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മകുശലതയാണ്. Okay, so നമ്മൾ ഈ ഡിവോഷണൽ സർവീസ്, a man engaged in devotional service, നമ്മൾ ഭക്തി മാർഗത്തിൽ നമ്മൾ ഭക്തി സേവനം ചെയ്യുമ്പോൾ നമുക്ക് പാവപുണ്യത്തിന്റെ ബന്ധത്തിൽ നമ്മൾ വരില്ല. ബിക്കോസ് വി ആർ ഡൂയിങ് എവറിഥിങ് ഫോർ ഭഗവാൻ. ഡിവോഷണൽ സർവീസ് ആർക്കാ ചെയ്യുന്നത്? ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് എക്സ്പെക്ടേഷൻ ഇല്ല, പാവമില്ല, പുണ്യമില്ല. അപ്പൊ എന്താണ്, നമ്മൾക്ക് ഈ സംസാര സാഗരത്തിൽ പിന്നെയും ബന്ധിച്ച് പിന്നെയും അത് അനുഭവിക്കാൻ, പാവപുണ്യം അനുഭവിക്കാൻ പിന്നെയും വരേണ്ട ആവശ്യമില്ല. അപ്പൊ ആ യോഗത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദാറ്റ് യോഗ? ദ ബുദ്ധി യോഗ ഓർ ഭക്തി യോഗ. ബുദ്ധി യൂസ് ചെയ്ത് ഭക്തിയോഗത്തിൽ നമ്മൾ കടക്കണം. നമ്മുടെ ഇന്റലിജൻസ് യൂസ് ചെയ്യണം. ഞാൻ ദാനം ചെയ്യാൻ പോവുകയാണ്, ദാനം ചെയ്യുന്നത് ബുദ്ധിയോഗം, നല്ല കാര്യം. ആ ദാനം ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? അത് ചെയ്യുമ്പോൾ അത് ഭക്തിയോഗ ആക്കിയിട്ട് മാറ്റണം. ചെയ്യുന്നതൊക്കെ യോഗയിൽ നമ്മൾ മാറ്റിയെടുക്കണം. ഓക്കെ. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിനഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തനാമയം. By thus engaging in devotional service to the Lord, great sages or devotees free themselves from the results of work in the material world. In this way, they become free from the cycle of birth and death and attain the state beyond all miseries by going back to Godhead. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്നും മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾക്കറിയാം, ഈ ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ട്. എന്താണ് the worst thing is ജനനം, മരണം, and we have got these 4 things, namely birth, death, old age and disease. ജനനം, മരണം, ജര, വ്യാധി. ഈ 4 നമ്മളെ വിട്ട് പോവില്ല. ഈ 4 എപ്പോഴും നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. ഇത് 4 പെയിൻഫുൾ ആണ്, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് 4 നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ എങ്ങനെ അപ്പൊ ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി സേവ ചെയ്തിട്ട് ഭഗവാന്റെ അടുത്ത് എത്തിയാൽ പിന്നെ തിരിച്ചിവിടെ വരണ്ട. പിന്നെ ഈ 4 നമുക്ക് ഒഴിവാക്കി കിട്ടി. ജനനം, മരണം, ഡിസീസ്, ഓൾഡ് ഏജ് ആൻഡ് ഡിസീസ്. ഓക്കെ. ജര, വ്യാധി. ഈ 4ലും വേഴ്സ്റ്റ് ഈസ് ജര, ഓൾഡ് ഏജ്. വൈ ഓൾഡ് ഏജ്? ബിക്കോസ് ഓൾഡ് ഏജിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. നമ്മൾക്ക് മരിച്ചു പോയാൽ പോട്ടെ, ആ പെയിൻ ഈസ് ഡിഫറെന്റ്. രോഗം വന്നാൽ ആ പെയിൻ ഒരു കാരണമുണ്ട്. ബട്ട്
ജനനത്തിൽ വരുന്ന വേദന നമ്മൾ അറിഞ്ഞിട്ടില്ല, മറന്നുപോയി. അത് വയറ്റിൽ കിടക്കാൻ അനുഭവിച്ച് അതൊക്കെ മറന്നുപോയി. മരണം നമ്മൾ അറിയാൻ പോണില്ല, നമ്മൾക്ക് അറിഞ്ഞെങ്കിൽ നോബഡി ഹാസ് കം ടു ടെൽ us. ആരും വന്ന് നമ്മൾക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾക്ക് അറിയില്ല. പക്ഷെ ഈ ഓൾഡ് ഏജ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് നമ്മൾക്ക് രോഗമില്ല, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല. ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇസ് വെരി ഡിഫിക്കൽട്ട്. സോ അതിനാണ് നമ്മുടെ ദാറ്റ് ഈസ് വാട്ട് ഈസ് യുവർ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓഫ് ദി ആത്മാവിന്റെ ഇത് എന്താണ്? ആത്മാവിന്റെ ധർമ്മം എപ്പോഴും ഭഗവാനെ പൂജിക്കുക, ഭഗവാനെ സേവ ചെയ്യുക, ഭഗവാനെ എന്ത് സന്തോഷം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതാണ് അതിന്റെ ഇത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ചെയ്താൽ അണ്ടർസ്റ്റാൻഡ് ടു സെർവ് ട്രാൻസ്വേഴ്സ്, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ സർവീസ് വൈകുണ്ഠലോകം ഇല്ലെങ്കിൽ ഗോലോകം. Okay. I think this is the one more. Yada te moha kalilam buddhirvyatitarishyati tada gantasi nirvedam shrotavyasya shrutasya cha. When your intelligence has passed out of the dense forest of delusion, you shall become indifferent to all that has been heard and all that is to be heard. ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെക്കുറിച്ചും കേൾക്കേണ്ടതിനെക്കുറിച്ചും നീ ഉദാസീനനായിത്തീരും. ഓക്കെ, നമ്മൾ ഇത് ഒരുപാട് നല്ല നല്ല സിറ്റുവേഷനിലുള്ള ഡിവോട്ടീസ് അവരവരുടെ ഇതിൽ ഇരുന്നിട്ട് തന്നെ രാജാക്കൾ എന്ന് പറഞ്ഞാൽ സകല ഐശ്വര്യം അവർക്കുണ്ട്. ആ ഐശ്വര്യം ഇരുന്നിട്ടും അവരൊക്കെ ഭക്തന്മാരായിരുന്നു. അവർ ഭക്തന്മാരായിരുന്ന് ഭഗവാന്റെ അടുത്ത് എത്തിയവരാണ്. ആര്? എക്സാമ്പിൾ അംബരീഷ മഹാരാജ്, ജനക മഹാരാജ്. അംബരീഷ മഹാരാജാവാണ്, എല്ലാ ഐശ്വര്യം ഉണ്ടായിരുന്നിട്ടും തന്റെ സകല all his actions, every part of his body he used for Krishna. ഭഗവാനെ സേവിക്കാനാണ്. കണ്ണും എല്ലാം ഭഗവാന് വേണ്ടി യൂസ് ചെയ്തു. അത് അംബരീഷ മഹാരാജ് അത്രയും ഒരു വലിയ ഭക്തനായിരുന്നു, എല്ലാ ഐശ്വര്യവും ഉണ്ടായിട്ടും. അതുപോലെ ജനക മഹാരാജ് അതുപോലെയാണ്, എല്ലാം ഭക്തി സേവനത്തിലാണ് ഇരുന്നത്. പക്ഷെ ഭയങ്കര ചക്രവർത്തിയായിരുന്നു ജനക മഹാരാജ്. ഓക്കെ, so that is yeah. അപ്പൊ ഈ വേദം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദത്തിലുള്ളത് only to ഭഗവാൻ ആരാന്നും മനസ്സിലാക്കി ആ ഭഗവാനെ ഭക്തി സേവ ചെയ്യണത് മാത്രമാണ് വേദത്തിന്റെ ഇമ്പോർട്ടന്റ് ഗോൾ. ഓക്കെ, സോ ലാസ്റ്റ് ശ്ലോക. ഐ എം സോറി, ഐ എം റഷിംഗ്, ബട്ട് വി ഹാവ് ടു. ശ്രുതി വിപ്രതിപന്നാതി യദാ സ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധിസ് തദാ യോഗമവാപ്സ്യസി. When your mind is no longer disturbed by the flowery language of the Vedas and when it remains fixed in the trance of self-realization, then you will have attained the divine consciousness. എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ, അപ്പോൾ നീ ദിവ്യാവബോധം കൈവരിച്ച് കഴിഞ്ഞവനാകുന്നു. ഓക്കെ, അപ്പൊ ഈ വേദത്തിലുള്ള ഇതൊന്നും നമ്മൾ അതൊക്കെ വായിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിൽ നമ്മൾ ഇൻവോൾവ് ആകാണ്ട് അതിൽ പറഞ്ഞത് എന്താണ്? സെൽഫ് റിയലൈസേഷൻ. വി ഹാവ് ടു സെൽഫ് റിയലൈസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കണം. നമ്മൾ ആരാണ്, നമ്മളുടെ ഇത് വിത്ത് ഭഗവാൻ, വാട്ട് ഈസ് മൈ കണക്ഷൻ വിത്ത് ഭഗവാൻ, അത് മനസ്സിലാക്കിയാൽ നമ്മൾ ഡിവൈൻ കോൺഷ്യസ്നെസ്സിൽ എത്തി എന്ന് പറഞ്ഞാൽ ദിവ്യാബോധത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ആ സമാധിയിൽ നമ്മൾ വന്നാൽ വി ആർ വെരി പെർഫെക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പെർഫെക്റ്റ് വൈ? ബിക്കോസ് വി ആർ ഡൂയിങ് എവറിത്തിങ്. നമ്മൾ ചെയ്യുന്നതൊക്കെ ഭഗവാന് വേണ്ടി ചെയ്യും. ഭഗവാന്റെ സെർവന്റ്, ദാസൻ, ഭഗവാന്റെ ഒരു ദാസനായി നമ്മൾ, ദാസൻ ഓ ദാസി. സോ വി സെർവ് ദ വൈഷ്ണവാസ്. ഭഗവാന്റെ സേവകന്മാരെ നമ്മൾ സെർവ് ചെയ്താലും അതും നമ്മൾക്ക് ഒരുപാട് നല്ലതാണ്, അതും ഭഗവാൻ സ്വീകരിക്കും. Okay, so this is what we must have ദൃഢ വിശ്വാസം and ദൃഢ ദിസ്യം with Krishna. ഭഗവാനാണ് എല്ലാം. ആ ഭഗവാന്റെ അടുത്ത് we have to be very very devoted. It should be unflinching. That means
We should not have any wavering. ഇത് ശരിയാണോ തെറ്റാണോ, ഇത് അവർ പറയുന്നത് ശരിയാണോ, കൃഷ്ണനാണോ ഇല്ല, ആ ഒരു സംശയവും വേണ്ട, ഒരു ഡൗട്ടും വേണ്ട. ബിക്കോസ് കൃഷ്ണനാണ് ഭഗവാൻ. അത് എല്ലാ സ്ക്രിപ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മഹാന്കളും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയില്ല, അപ്പൊ നമ്മൾ അറിയണവരെ നമ്മൾ ഫോളോ ചെയ്യണം. Okay, so one has to carry only the orders of Krishna or his representative. കൃഷ്ണൻ പറയണത് നമ്മൾ കേൾക്കണം, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ കൃഷ്ണന്റെ റെപ്രസെന്റേറ്റീവ് അവരാണ് ആചാര്യന്മാരും നമ്മളുടെ ഗുരുക്കന്മാരും. ഓക്കെ, സോറി, ഞാൻ ഒരുപാട് സമയം എടുത്തു, 15 minutes എക്സ്ട്രാ എടുത്തു. ഇറ്റ്സ് നോട്ട് മറ്റവരുടെ മിസ്റ്റേക്ക് അല്ല, മേ ബി ഐ വാസ് എ ലിറ്റിൽ സ്ലോ. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിക്ക് കുറച്ച് മലയാളം എൻ്റെ വളരെ very what do I say, meager knowledge of Malayalam, very little knowledge. മലയാളത്തിന്റെ നോളേജ് എനിക്ക് വളരെ കുറവാണ്. സംസാരിക്കാൻ എങ്ങനെയോ ഒന്ന് ഒപ്പിച്ചു. അതിൽ ഒരുപാട് തെറ്റുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം. തെറ്റുണ്ട് എന്നെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. And just tell me how I did it, because don't try to encourage me, but tell me actually how it was. That's all. Because I don't know whether I have really satisfied. ആരെയും തൃപ്തി ആയോ എനിക്ക് അറിയില്ല. തൃപ്തി ആയില്ലെങ്കിൽ പ്ലീസ് പറഞ്ഞാൽ വേറെ ആരെ കൊണ്ട് ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ഹരേ കൃഷ്ണ. Hare Krishna, Mataji. You actually said the like explained really well, like in very simple terms for everybody to understand. Thank you. ആർക്കെങ്കിലും doubts ഉണ്ടെങ്കിൽ please ചോദിച്ചോ. If anybody wants to share their thoughts, they can also speak up. Anybody wants to make some comment about my language or about whatever I spoke? If it was not right, you can please tell me. Ready for corrections. Hare Krishna, Mataji. The class was very sweet and it came from your heart. Heart എന്ന് വന്ന കാരണം, ഹൃദയത്തിന് വന്ന കാരണം വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. കേട്ടവർക്കും നല്ല ഒരു അനുഭവമായിട്ടുണ്ടാവും, അവർക്ക് പ്രചോദനമായിട്ടുണ്ടാവും. ഭഗവത്ഗീത പഠിക്കാനും മാതാജി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പഠിക്കാനും അവർക്ക് നല്ല ഉപകരിച്ചിട്ടുണ്ടാവുന്ന എന്നെ പരിപൂർണ വിശ്വാസം. ഹരേ കൃഷ്ണ. Thank you, Mataji. Hare Krishna. Okay, so ഹരേ കൃഷ്ണ മാതാജി. Yeah. ക്ലാസ് വളരെ നല്ലതായിരുന്നു. സിമ്പിൾ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കേട്ടോണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ്. സമയം പോയത് അറിഞ്ഞില്ല. മാതാജി സമയം ഇത്ര ആയി എന്ന് പറഞ്ഞപ്പോഴാണ് ടൈം ഇത്ര ആയിട്ടുണ്ടെന്ന് അറിഞ്ഞത് തന്നെ. താങ്ക് യു വെരി മച്ച് മാതാജി. ഹരേ കൃഷ്ണ. Thank you, Hare Krishna. I hope you understood. മനസ്സിലായി എന്ന് തോന്നുന്നു. Okay. മനസ്സിലായി മാതാജി. സിമ്പിൾ ആയിട്ടാണ് മാതാജി പറഞ്ഞു തന്നത്. നേരത്തെ മാതാജി പറഞ്ഞ പോലെ ഹൃദയത്തിൽ നിന്ന് വന്നതായി നല്ല ഫീൽ ചെയ്താ പറഞ്ഞത്. നന്നായി മനസ്സിലായി മാതാജി. ഹരേ കൃഷ്ണ. Thank you, Hare Krishna. ഹരേ കൃഷ്ണ മാതാജി. Hare Krishna. പ്രസിദ്ധ നന്ദദാസാണ്. മാതാജി സൂപ്പർ ആയിരുന്നു മാതാജി ക്ലാസ്. മാതാജി ഈ മലയാളം ആണെങ്കിൽ പറഞ്ഞതിൽ എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇംഗ്ലീഷിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മലയാളം തന്നെ മാതാജി അത് പറഞ്ഞു തന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. Thank you, Prabhu. Okay, so in that case, we'll just conclude. So just finally to conclude, on behalf of ISKCON Kochi, we would like to offer our humble obeisances and heartfelt gratitude to Bhudevi Mataji, Vidya Surupini Mataji, and Rukmini Mataji for mercifully sharing with us the glories of Harinam and teaching us these Bhagavad Gita shlokas in such an simple and easy to understand manner. And through your realizations and explanations, you have helped us better appreciate the instructions of Srila Prabhupada and
and you're inspiring us to apply them in our daily lives. So we are very grateful for your time, care, and loving devotional service. Thank you very much. And Thank you. so let's conclude by taking blessings from Lord Narasimhadev. Yeah. Namaste Narasimhaya Praladadadadine Hiranyakashi Purvaksha Shilatam Panakalaye To Narsimha Parato Narsimha Tato Yato Yami Tato Narsimha Bahe Narsimha Hridaye Narsimha Narasimha Madim Sharanam Tapage Tava Kara Kamalavare Nakam Adbhuta Shringam Dalita Hiranyakashipu Tanabringa Kesavavrita Nararirupa Jaya Jagadisha Hare Jaya Jagadisha Hare Jaya Jagadisha Hare Jaya Narsimha Dev Jaya Narsimha Dev Narsimha Dev Jaya Narsimha Dev Jaya Prahlad Maharaj Jaya Prahlad Maharaj Prahlad Maharaj Jaya Prahlad Maharaj Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol. Hare Krishna. Hare Krishna. If anybody wants to share anything, they still can. ഹരേ കൃഷ്ണ മാതാജി. Yeah. നന്നായി ക്ലാസ്, Thank you, Mataji. നന്നായി മനസ്സിലായി. ഹരേ കൃഷ്ണ. Hare Krishna. So we'll wind up